ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിഭാഗം ആളുകൾ അവരുടെ മുമ്പിൽ ഇതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായ പൊന്നാനിയിലെ ബഹുമാന്യനായ MLA നന്ദകുമാർ സഖാവാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. നന്ദകുമാർ സഖാവിനെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രശസ്തനായ ധനശാസ്ത്രജ്ഞൻ, നമ്മുടെ സംസ്ഥാനത്തെ കിഫ്ബി എന്ന പുതിയ ആശയത്തിലൂടെ വികസന പ്രവർത്തനത്തിന് വിപ്ലവം കുറിക്കാൻ നിയുക്തനായ ധനകാര്യമന്ത്രി, പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സഖാവ് TM തോമസ് ഐസക് നമ്മുടെ സദസ്സിന് വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി അത്യാഹ്ലാദത്തോടുകൂടി സഖാവിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ പ്രശസ്തനായ കവിയാണ്, സാഹിത്യകാരനാണ്. സർവോപരി തൻ്റെ വാക്കുകളിലൂടെ, കവിതകളിലൂടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനത്തിലൂടെ മതവർഗീയവാദികളുടെ കണ്ണിലെ കരടായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ കവി ആലങ്കോട് ലീലാകൃഷ്ണനെ ഈ സദസ്സിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLA സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ് ഡോക്ടർ KT ജലീൽ MLA. ആദ്യ സെഷനിൽ അധ്യക്ഷനായിരുന്നു. അത് ഇന്നും നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംഘാടക സമിതിക്ക് വേണ്ടി, സദസ്സിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA ഡോക്ടർ KT ജലീലിനെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സഖാവ് EN മോഹൻദാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സഖാക്കൾ, ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, ഈ സംഘാടക സമിതിക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെത്തുർനിര എൻ്റെ പിന്നിലുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സമയക്കുറവ് കൊണ്ട്. എല്ലാവർക്കും സദസ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ, ലാൽ സലാം. അധ്യക്ഷനായി സഖാവ് നന്ദേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്നത്തെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട
നമ്മുടെ നേതാവ് സഖാവ് തോമസ് ഐസക്, വേദിയിലുള്ള കെ ടി ജലീൽ, ലീലാകൃഷ്ണൻ, മോഹൻദാസ്, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, EMSന്റെ ലോകം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ EMS ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം കാലികമായ സാഹചര്യത്തിൽ എങ്ങനെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറാണ്. ഇവിടെയും ഇന്നലെയും ഇന്നുമായി അത്തരം വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള സഖാക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ പ്രസംഗം ഇവിടെ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. EMSന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. EMS എന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതാ പ്രത്യേകത. ഇന്ന് കൈകാര്യം ചെയ്യേണ്ട വിഷയം നാളെ കൈകാര്യം ചെയ്യേണ്ട വിഷയം എന്താണെന്ന് EMS എന്നും നമുക്ക് തരും. ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന അവസരത്തിൽ അന്നത്തെ പാർട്ടിയുടെ വിവിധങ്ങളായ ഘടകങ്ങൾക്കകത്ത് ചർച്ചയ്ക്കെടുക്കുന്നത് EMSന്റെ അന്നത്തെ ലേഖനമാണ്. ലളിതമായ ഭാഷയിൽ, അത് സാർവദേശീയമായ പ്രശ്നമായാലും ദേശീയ പ്രശ്നമായാലും നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമായാലും അതിലെല്ലാം ഈ സാധനം ഉണ്ടാവും. അത് നമ്മുടെ വീക്ഷണത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ചിരുന്നു EMS. അതാണ് EMSന്റെ സവിശേഷതകളിൽ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഞാൻ ചില പോയിന്റ്സ് മാത്രം പറയാൻ ആഗ്രഹിക്കും, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, സംഘടനാ രംഗത്തും EMSനെ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. EMS കാലിക താത്വികമായ വിഷയങ്ങൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് സംഘടന പ്രവർത്തിക്കേണ്ടത്, ആ സംഘടന പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കുറവുകളും കുറ്റങ്ങളും എങ്ങനെ പരിശോധിക്കുമെന്നതിന് ശക്തമായ രൂപത്തിലേക്ക് തന്നെ സഖാവ് EMS അന്ന് ഇടപെട്ടിരുന്നു. അതിലേറ്റവും അധികം പ്രാമുഖ്യം കൊടുത്തിരുന്നത് വിമർശനത്തിനും സ്വയം വിമർശനത്തിനുമാണ്. നമ്മൾ കുറവുകൾ നമ്മൾ നികത്തണം, ചർച്ച ചെയ്യപ്പെടണം. ഞാൻ എല്ലാറ്റിനും പറ്റിയവനാണ് എന്ന തോന്നൽ എനിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ കുറവുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ തെറ്റുകളെ കണ്ടാൽ വിമർശിക്കാനുള്ള, അല്ലെങ്കിൽ കുറവുകളെ കണ്ടാൽ വിമർശിക്കാനുള്ള തൻ്റെ ഇടവും വേണം. അപ്പം ഇത് EMS പറയുക മാത്രമല്ല, EMS രേഖപ്പെടുത്തിയിട്ടുണ്ട്. EMSന്റെ ഒരു പഴയ പുസ്തകം ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളത്, സഖാക്കൾ നേതാക്കൾ എന്ന രൂപത്തിലേക്ക് ഇറക്കിയിട്ടുള്ള ആ കാലഘട്ടം ചെറിയൊരു പുസ്തകം. അതിനകത്ത് EMS സ്വയംവിമർശനപരമായി പറയുന്നത്, ഞാനിത് ഊന്നാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുള്ള വിഷയം തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പഴയ കാലത്തുള്ള പ്രവർത്തകന്മാരോട് പറഞ്ഞ് EMS എന്തെഴുതിയാലും അത് താത്വികമായി ശരിയായിരിക്കും. കൃഷ്ണപിള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം എന്തു പറഞ്ഞാലും സംഘടനാപരമായി ശരിയായിരിക്കും എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആ കമ്മിറ്റിക്കാർ വിമർശിക്കാറില്ല. ആ പുസ്തകം ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൻ്റെ ഫലമായി പുതിയ പ്രവർത്തകന്മാരെ കടന്നു വരുന്നതിനുള്ള അവസരം ഇല്ലാതാക്കുകയും ഞങ്ങളെ കുറവുകൾ ചൂണ്ടിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് സ്വയം വിമർശനം പറയുകയല്ല, എഴുതി വച്ചിട്ടുള്ളതാണ് EMS. അതാണ് EMS പ്രത്യേകത. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ ഗാസയിലെ കുഞ്ഞു കുട്ടികളെ കൊല്ലുന്നതുമായി, അതാണ് ഏറ്റവും സർവ്വദേശീയമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്കുള്ളത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നമ്മൾ ഓർക്കുകയാണ്, നമുക്ക് അവിടെ പശ്ചിമേഷ്യക്കകത്ത് സംഭവവികാസങ്ങളുണ്ടായി. സൂയസ് കനാൽ ആക്രമിക്കുന്നൊരവസ്ഥ വന്നു. ആ സൂയസ് കനാൽ ആക്രമിക്കുന്ന അവസ്ഥ വന്നപ്പോൾ സൂയസ് കനാലിൽ കൈയടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണം വന്നു, ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്തിലെ പിന്നെ ഒരു ഭാഗം ഒരു കൈവശപ്പെടുത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി, യുദ്ധമുണ്ടായി. അതിൻ്റെ ഒരു ഉയർന്ന ഘട്ടം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കത്തിന് ഇടപെടുന്ന അവസരം വന്നപ്പോൾ ഖുർഷേവിന്റെ പരസ്യമായ പ്രസ്താവന വന്നു, നിങ്ങളെ കപ്പൽപ്പട ഒരു ഇഞ്ച് നീങ്ങിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ മുക്കുമെന്ന്. അതോടുകൂടി മടങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായി. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം സാർവദേശീയമായി ഉണ്ടായിട്ടുള്ള ദുരന്തം
ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ബാക്കി ഒക്കെ പറയും. EMS അന്ന് എനിക്കറിയാം, ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു, കുട്ടിയായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി ഈ പ്രഖ്യാപനം വന്ന് സമയത്ത് സോവിയറ്റ് യൂണിയൻ അഭിവാദ്യം വിളിച്ചുകൊണ്ട് രാത്രി 9 മണിക്ക്, എനിക്കെന്താ മനസ്സിലായില്ല, രാത്രി പ്രകടനം പതിവ് കൂടെ പോയി ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി. സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവത്തിൻ്റെ ഉന്നതമായ ഒരു ഉയർത്തിപ്പിടിച്ചവരാണ് നമ്മൾ. അതാണ് അന്ന് പ്രതീകമായത് നമുക്കുള്ളത്. ആ കപ്പൽ മുക്കെന്ന് പറഞ്ഞപ്പോൾ തിരൂർ ടൗണിലുള്ള നമ്മുടെ പട്ടണത്തിൽ കൂടി നമ്മുടെ ആൾക്കാർ അന്ന് ഇവർക്ക് പശ്ചിമേഷ്യയിലെ അവിടുത്തെ സഹോദരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ അഭിവാദ്യം അർപ്പിച്ചൊരു പ്രകടനം നടത്തി. ആ സാർവദേശീയമായ കാഴ്ചപ്പാടും സ്വഭാവവും ഇന്ന് നമുക്കുണ്ടോ എന്ന് സ്വയംവിമർശനപരമായ ഒരു പരിശോധന നമുക്ക് ആവശ്യമുണ്ട്. EMS കൃത്യമായി ഇതൊക്കെ ഓർമ്മിപ്പിക്കരുത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 2013 മാർച്ച് 19 സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ ആക്രമിക്കുന്നത്. അന്ന് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ നടക്കേണ്ട അതിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നൊരു സമയമാണ്. തിരൂരിന്ന് സഖാവ് EMSനോടൊപ്പം ഞാനന്ന് വണ്ടൂർക്ക് പോവുക. വണ്ടൂർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മഞ്ചേരി കഴിഞ്ഞ് കുറച്ച് നമുക്ക് പറഞ്ഞ് തൃക്കലങ്കോട് എത്തുമ്പോൾ ഒരാൾ കാത്തു നിൽക്കുമ്പോൾ എന്നൊരു മെസ്സേജ് വന്നു. അവിടെ കാത്തു നിന്നൊരു കൊടിയുമായിട്ട്, അന്ന് നമ്മൾ ഫോണില്ല, ആ കൊടി പിടിച്ചുകൊണ്ട് ഒരു സഖാവ് DC ഓഫീസിന് സേലൂട്ടിയൊക്കെ അയച്ചതാ, ഒരു കുറിപ്പ് കൊടുത്തു, ആക്രമിച്ചിരിക്കുന്നു ഇറാഖിനെ. അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിൽ. അത് EMന് കൈമാറണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കത്ത. EM ഒന്നും വേണ്ടിയില്ല, ഞാൻ കാറിലുണ്ട്, EMS പ്രശ്നം വേണ്ടിയില്ല. വണ്ടൂരിൽ നിന്ന് ഒരൊറ്റ പ്രസംഗ EMSന്റെ ഇറാഖിന്റെ. വണ്ടൂർ എത്തിയപ്പോൾ EMS 2 പൊതുയോഗം, അവിടെയും വണ്ടൂരിലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ. പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. അതോടുകൂടി പിറ്റേ ദിവസം നമുക്ക് ആയുധം കിട്ടി. വലിയ രൂപത്തിലേക്കുള്ള പ്രചരണം വന്നു. മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി മാറി. അന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ വലിയ രൂപത്തിലേക്ക് ചർച്ചയായി മാറി. അതിനോടുകൂടി അതാണ് EMS. അതാ ഞാൻ പറഞ്ഞു, ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ, ഇടപെടുന്നതിൽ EMSന്റെ ഒരു കഴിവ്, അത് നിസ്തുലമാണ്. ആ കഴിവ് അതാണ് നമ്മളെ വളർത്തിയെടുക്കുക പ്രധാനപ്പെട്ട, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ എല്ലാവരും നമ്മളൊക്കെ തന്നെ വളർത്തിയെടുക്കുക പ്രധാനപ്പെട്ടുള്ളത്. അത് ഇന്നും അത് നമുക്ക് എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്കുള്ളത്. EMS എന്തുകൊണ്ട് വേറിട്ടവനായി? ഇപ്പോഴും നമ്മുടെ മനസ്സിൽ EMS, എത്ര കാലമായിട്ട് EMS നമ്മൾ ജീവിക്കുന്നു നമുക്കുള്ളത്. അദ്ദേഹം അടിസ്ഥാനപരമായി മാർക്സിസ്റ്റിലെ അന്വേഷിച്ച തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകം മാത്രമായിരുന്നില്ല അദ്ദേഹം. അതായിരുന്നു മുഖ്യമായ അതാണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ താൻ വേറിട്ടവനായി ജീവിച്ചു എന്നതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്നത്. എല്ലാം ത്യജിച്ചുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ശക്തിധരൻ എന്നെ കണ്ടപ്പോൾ ശക്തിധരനൊരു കാര്യം സൂചിപ്പിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് നടന്നു വന്നിട്ടുണ്ട്. ഐസക് സഖാവിനൊക്കെ അറിയാം, വലിയ താമസിച്ച വീട്. ചില ദിവസം പറയും നമുക്ക് നടക്കുക, മെല്ലെ നടക്കാൻ EMSന് പ്രയാസമില്ല. കാരണം അന്ന് കാർ അധികമില്ല, ഇന്നത്തെ പോലെ കാറില്ല. അപ്പോൾ ആ കാർ ഇങ്ങോട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശക്തിധരൻ പറയാൻ ഞങ്ങൾ നടന്നു വന്നിരുന്നു. ഞാൻ നടന്നത് വലിയ കാര്യമായിട്ട് പറയുന്നതല്ല. EMSന്റെ ലാളിത്യം എല്ലാം ത്യജിക്കുന്ന രൂപത്തിലേക്ക് പ്രവർത്തനം, ഞാൻ വേറിട്ടവനാണെന്നുള്ളത് ഒരു തോന്നൽ. ആ വേറിട്ടവനാവണം നമ്മൾ. ഈ സമൂഹത്തിലെ ചരിത്രം ഏൽപ്പിച്ച ഒരു ബാധ്യത നിർവഹിക്കാൻ ചുമതലപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്ത പുതിയ രൂപത്തിലേക്ക് നമ്മളിന് വളർത്തിയെടുക്കണം. ഇന്ന് കലുഷിതമായ വൃത്തിഹീനമായ രാഷ്ട്രീയം കളിക്കുന്നവരിന്ന് വ്യത്യസ്തമാണ് നമ്മൾ ജീവിതത്തിലെല്ലാം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. നമുക്ക് ആ സമൂഹത്തിനകത്ത് ഉണ്ടാക്കാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കിയ ബസവമുനിയുടെ ക്ലാസ്സിൽ അദ്ദേഹം ഒരു വാചകം പറയുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ എന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ കുട്ടികളാണ് ആ ക്ലാസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ്, ചെറുപ്പക്കാരാണ്. ബൂർഷാ പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. അവരെ സമൂഹം അങ്ങനെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല. പക്ഷേ നിങ്ങൾ അന്നൊക്കെ ഞങ്ങളെ ചെറുപ്പക്കാർ, നിങ്ങളെ സമൂഹം
ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് മറ്റവരെ നടത്തുന്നില്ല എന്ന് പറയലല്ല നമ്മൾ പറഞ്ഞു. ഈ കാലഘട്ടത്തിലും ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ട് ഈ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള പ്രവർത്തനത്തിൽ വേറിട്ടവരാണെന്ന് തെളിയിക്കലാണ് EMSനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകമായ ബാധ്യത എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് സഖാവ് ഐസക്കിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന സഖാവ് നന്ദകുമാർ, ഇവിടെ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകുന്ന സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ, KT ജലീൽ MLA, സഖാവ് EN മോഹൻദാസ്, സഖാവ് ശശി, മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നേരത്തെ വൈകിയില്ലേ? ബോറടിക്കണ്ടെന്ന് വെച്ചാൽ രണ്ടത് പടം കാണിച്ചിട്ട് സംസാരിക്കാന്ന് വെച്ചു. അത്രേ ഉള്ളു. ഞാനൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 ദിവസമായി നടന്നു വരുന്ന സെമിനാറിനെ ഒന്ന് അവലോകനം ചെയ്ത്, വിഷയങ്ങളെ അവലോകനം ചെയ്ത് ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരു സമാപന പ്രസംഗത്തിൽ അതായിരിക്കും ഉചിതം എന്ന് ഞാൻ കരുതുകയാണ്. ഈ സെമിനാറിന്റെ പ്രത്യേകത ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ്. കാരണം ട്രംപിന്റെ തീരുവ, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തില് 2 സമ്മേളനങ്ങളാണ് ഈ സെമിനാറിൽ ആഗോള സമ്പദ്ഘടനയും അതിന്റെ പ്രതിസന്ധിയും അതിന്റെ ബദലുകളെ കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്നു. എന്തായിരുന്നു ആഗോള സമ്പദ്ഘടന? ഇതായിരുന്നു 1900 വരെയുള്ള ആഗോള സമ്പദ്ഘടന. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുണ്ട്, ഒന്നാം ലോകം. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ നേർ വിപരീതം. പിന്നെ ഇതിനിടക്കുള്ള മിശ്ര രാജ്യങ്ങള്, പുതുതായി സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ. ഇങ്ങനെ 3 ലോകങ്ങളാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായ നയങ്ങളാണ് കൈക്കൊള്ളുന്നത്. സാമ്രാജ്യത്വത്തിനാണ് മേധാവിത്വമെങ്കിലും ചോദ്യം ചെയ്യാൻ ശക്തമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ഏരിയയുണ്ട്. ഇപ്പോഴത്തെ ആഗോള വ്യവസ്ഥ എന്താ? അതിന്റെ ചിത്രമാണിത്. സാമ്രാജ്യത്വം കൂടുതൽ ശക്തിപ്പെട്ടു, സോവിയറ്റ് യൂണിയൻ തകർന്നു. എന്ന് വെച്ചാൽ സോഷ്യലിസം തകർന്നിട്ടൊന്നുമില്ല. ഇന്നും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട്. അതിൽ ചൈന 2030 ആവുമ്പോ അമേരിക്കട്ടോ വലുതാവും. അതായി പോക്ക്. ട്രംപ് ആകെ അലമ്പെല്ലാം കാണിച്ചുകൊണ്ടിരിക്കണം. ഇത് ഓർത്തിട്ട് കക്ഷിക്ക് ഇരിക്കപ്പുറത്തിയില്ല. ചൈനക്കെതിരായിട്ട് എല്ലാവരും ഒന്നിപ്പിക്കാൻ പറ്റുമോ? ചൈനയുടെ കൂടെ നിൽക്കുന്നവര്, റഷ്യയുടെ കൂടെ നിൽക്കുന്നവര്, അവരൊക്കെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാം. എല്ലാം സോഷ്യലിസ്റ്റ് രാഷ്ട്രമുണ്ട്. പക്ഷെ നേരത്തെ നോക്കിക്കേ,
അവികസിത രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അതിൽ വേഗത്തിൽ വളരുന്ന എമർജിങ് എക്കോണമീസ് ഉണ്ട്, മറ്റവികസിത രാജ്യങ്ങളുണ്ട്, പിന്നെ ഒരു വളർച്ചയില്ലാത്ത ഒരു 40-50 രാജ്യങ്ങളുണ്ട്. അവരുടെ ഐക്യമൊക്കെ പോയി. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ലോകവും ഈ ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്നത്തെ ഈ ലോകം ഒരു വട്ടത്തിനുള്ളിലാണ്. നിയോ ലിബറൽ ആഗോള വ്യവസ്ഥക്കുള്ളിലാണ് എല്ലാവരും. നേരത്തെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള നയങ്ങൾ തുടരുകയാണ്. ഇന്ത്യ ഇറക്കുമതി നിരോധിച്ചു പോന്നു. റഷ്യ, സോവിയറ്റ് യൂണിയൻ, സോഷ്യലിസ്റ്റ് നയങ്ങൾ. ഓരോ രാജ്യത്തിനും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇന്നിനി പറ്റൂല. അതാണ് നിയോ ലിബറൽ ആഗോള വ്യവസ്ഥ എന്ന് പറയുന്നത്. ഷെയർ ഓഹരി കമ്പോളം, കമ്മോഡിറ്റി കമ്പോളം, മണി കമ്പോളം, ഫിനാൻസ് മൂലധനത്തിന്റെ ഈ കമ്പോളങ്ങളൊക്കെ പരസ്പരം ബന്ധിതമാണ്. രാജ്യാതിർത്തിയൊന്നുമില്ല. ഒരു ദിവസം 250 ലക്ഷം കോടി രൂപയുടെ പണമാണ് രാജ്യാതിർത്തി കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കമൊന്നുമില്ല. ലോകത്തിന്റെ എവിടെയെങ്കിലും വെളിച്ചമില്ലേ? പകലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റൂല. തൊട്ടപ്പുറത്ത് കിടക്കണ ശ്രീലങ്ക, ഡിസ്നാഗെ ജയിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞാ ജയിച്ചത്? ഭരണത്തിലേക്ക് കയറി കേട്ട് അത് അറിയാൻ പറ്റുന്നുണ്ടോ? ഞാൻ ശ്രീലങ്ക പോയപ്പോ അവിടുത്തെ മന്ത്രിമാരോട് ചോദിച്ചു, എന്താ? അയ്യോ, ഞങ്ങൾ അങ്ങനെ വല്ലതും ചെയ്താല് ഇവിടെ ഉള്ള വിദേശ പണം മുഴുവൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കും, തടയാൻ പറ്റൂല, ഇറക്കുമതി ഒന്നും സാധ്യമല്ലായി തീരും, അതുകൊണ്ട് പതുക്കെ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഒരു ആഗോള വ്യവസ്ഥക്കുള്ളിലാ ഇന്ത്യക്ക് പറ്റൂ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വിദേശ നാണയമുള്ള രാജ്യം എന്നാ പറയണേ. എവിടുന്ന വിദേശ നാണയം? സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പണമല്ല, ഓഹരി കമ്പോളത്തിലൊക്കെ ചൂതാട്ടം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള വിദേശ മൂലധനോ. ഇഷ്ടമില്ലാത്ത വല്ലതും ചെയ്താൽ അന്ന് ഇവിടുന്ന് വിട്ടുകളയും. അതുകൊണ്ട് നമ്മളും പമ്പിയാൻ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത. പക്ഷെ ഇവിടുത്തെ സെമിനാറിൽ ചർച്ച ചെയ്ത പോലെ പ്രതിസന്ധിയിലാണ് രാജ്യങ്ങള്. നോക്കൂ, ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയൊക്കെയാ, എന്തൊക്കെയാ, AI ഒക്കെ വന്നുകൊണ്ടിരിക്കണു. ഇതൊക്കെ ഉണ്ടായിട്ടും ലോകത്തെ വളർച്ചയുടെ വേഗത കൂടിയോ? അതാണ് ചോദ്യം. ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് പുതിയ ജീവജാലങ്ങൾ, ജനറ്റിക്സ്, AI, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന യന്ത്രങ്ങള്, ഇതൊക്കെ ഉണ്ടായിട്ടും ലോകത്തെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂടുന്നില്ല. എന്താ കാര്യം? ഇതിന്റെ നേട്ടം മുഴുവൻ ഒരു പിടി ആളുകളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം പേരുടെ കയ്യിലും വാങ്ങാനുള്ള പണമില്ല, ക്രയശേഷിയില്ല. അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പതുക്കെ 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 വളരത്തുള്ളൂ. ഉൽപാദന ശക്തികളെ ഉൾക്കൊള്ളാൻ ഉൽപാദന ബന്ധങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. മാസ് പഠിപ്പിച്ചതാണ്. ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഒരു സെഷനിൽ ബദലിനെ കുറിച്ച് ചോദിച്ചു. എന്താ ബദല്? സോഷ്യലിസമാണ് ബദല്. പക്ഷെ ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിന് ഒറ്റക്ക് മാറി ഞങ്ങൾ ശുദ്ധ സോഷ്യലിസം ആകുമ്പോ ചൈന പോലും ആഗോള വ്യവസ്ഥക്കുള്ളിലാണ്. അപ്പോഴാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളം നമ്മൾ ബദലുണ്ടാക്കാൻ നോക്കുന്നു. എന്താ ബദല്? ലളിതമായ മലയാളത്തിൽ പറഞ്ഞാലേ സാധ്യമായ സോഷ്യലിസം. സാധ്യമായ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ.
സാധ്യമായ സോഷ്യലിസം. ഓ, വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സോഷ്യലിസം ഉണ്ടാക്കാൻ നടക്കാൻ ഇല്ല. ഇന്നിന്റെ വയറ്റിനുള്ളിലാണ് നാളത്തെ ലോകം ഗർഭം പേറുന്നത്. അല്ലാതെ വിപ്ലവം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ലത്. ഇന്ന് നിങ്ങളുടെ എന്റെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ കേരളത്തിൽ നമ്മൾ സാധ്യമായ സോഷ്യലിസം ഉണ്ടാക്കണം. അങ്ങനെ ഒരു പരിശ്രമം നമ്മൾ നടത്തിയപ്പോഴോ അതിന്റെ നേട്ടം നമുക്കെല്ലാം ഉണ്ട്. ഈ പറയുന്നത് നമ്മുടെ വിഷയമായിട്ട് വന്നിട്ടില്ല സെമിനാറിൽ. എങ്കിലും ഇത് പറഞ്ഞാലേ കഥ പൂർത്തിയാവും. നോക്കൂ, അങ്ങനെ സാധ്യമായൊരു സോഷ്യലിസം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഫലം എന്താ? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുത്തെന്ന് കേരളം, ആ കൊച്ചു കേരളത്തിന്റെ നമ്പർ നോക്കിക്കേ. 0.81 ജീവിത നിലവാരത്തില് ഏറ്റവും ഉയർന്നത്. ഇന്ത്യയുടെ ശരാശരി എത്രയാ? 0.69. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത മെച്ചപ്പെട്ടൊരു ജീവിതം മലയാളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. എങ്ങനെ ഇത് നേടി? സമരം ചെയ്ത് നേടിയെന്ന്. ഈ മെച്ചപ്പെട്ട ജീവിതം എങ്ങനെയാ? മെച്ചപ്പെട്ട കൂലി, ഉയർന്ന കൂലി. ഇവിടെ ഗുജറാത്തിൽ കിട്ടുന്നതിന്റെ 3 മടങ്ങ്. ആരാ നേടിയത്? ട്രേഡ് യൂണിയൻ സമരങ്ങള്. എല്ലാവർക്കും ഭൂമി, ഭൂപരിഷ്കരണം, സ്വത്തിന്റെ പുനർവിതരണമാണ്. ആരാ നേടിത്തന്നത്? നമ്മുടെ കർഷക പ്രസ്ഥാനങ്ങൾ, സമരങ്ങളിലൂടെ. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ക്ഷേമ സൗകര്യങ്ങൾ കൊടുക്കുന്നു. എങ്ങനെ നേടി? അയ്യങ്കാളിയുടെ കാലം മുതലുള്ള സമരങ്ങള്, ഗുരുവിന്റെ കാലം മുതലുള്ള സമരങ്ങള്, ജനങ്ങളുടെ സമരങ്ങളിലൂടെയാണ് കേട്ടോ സോഷ്യലിസം സാധ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. തീർന്നില്ല കഥ. ക്ഷേമം മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനോ നോക്കിക്ക. നമ്മുടെ കൊച്ചു കേരളം 2.6 ലക്ഷം രൂപ ഒരു മനുഷ്യനുണ്ട്. ഇന്ത്യയിൽ 1.75 ലക്ഷം രൂപ. അപ്പോ വളർച്ചയുണ്ട്, ക്ഷേമമുണ്ട്. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഇതാണ്, നമ്മുടെ സാമൂഹ്യക്ഷേമ മേഖലകളിൽ ഇന്നത്തെ സ്ഥിതി പോരാ. ഒരു കുട്ടിയേ ഉള്ളൂ, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. കുടിപ്പള്ളിക്കൂടൊന്നും പറ്റത്തില്ല. ഇപ്പൊ 80 വരെ നമ്മൾ ജീവിച്ചിരിക്കും. പണ്ടില്ലാത്ത എത്രയോ രോഗങ്ങള്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടാവണം. സേവനങ്ങളുടെയൊക്കെ ഗുണനിലവാരം ഉയരണം. അതിന് നമ്മൾ കണ്ട മാർഗം എന്താ? ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതല്ല, ജനപങ്കാളിത്തത്തോടുകൂടി ഇവയുടെ നിലവാരം ഉയർത്താം. ആ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി അധികാര വികേന്ദ്രീകരണം, ജനകീയാസൂത്രണം. അത് നേടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ, ഈ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട്, പെൻഷനൊക്കെ വേണ്ടിയിട്ട് പണം നമ്മൾ നിരന്തരമായി ചെലവാക്കിയതുകൊണ്ട് റോഡിനും പാലത്തിനുമൊക്കെ നമുക്ക് വേണ്ടത്ര പണം ചെലവാക്കാൻ പറ്റിയില്ല. മറ്റ് സംസ്ഥാനം മുടക്കുന്നതിന്റെ പാതി പണം ചെലവാക്കുന്നുള്ളൂ. അതുകൊണ്ടേ ഒരു ഉദാഹരണം പറഞ്ഞാല്, ട്രെയിനായാലും കാറായാലും മറ്റ് സംസ്ഥാനത്തോടുന്നതിന്റെ പകുതി വേഗതയിലെ കേരളത്തിൽ ഓടത്തുള്ളൂ. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങള്. ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ടാക്കണം. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. 25 കൊണ്ട് പറ്റില്ല, നമുക്ക് 5 കൊല്ലം കൊണ്ട് വേണം. എന്താണ് വഴി? ബഡ്ജറ്റിന് പുറത്ത് നിർമ്മിക്കണം. ബഡ്ജറ്റിൽ പണം ഉണ്ടാവില്ല. അതിനാണ് കിഫ്ബി. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമത്തത്, ഇപ്പോഴത്തെ എന്താ പ്രശ്നം? തൊഴിലില്ലായ്മ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ കേരളത്തില്. ഇവിടെ തൊഴിലില്ലാത്തോണ്ടല്ല കേട്ടാ, 40 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണേ. പക്ഷെ നമ്മുടെ അഭ്യസ്തവിദ്യർക്ക് ആ തൊഴില് പറ്റൂല. അവർക്ക് പറ്റിയ തൊഴില് കേരളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ
ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു സമ്പദ്ഘടന ഉണ്ടാക്കണം. അങ്ങനെയുള്ള സമ്പദ്ഘടന വേണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആകെ പൊളിച്ചെഴുത്ത് വേണം. ആളുകൾക്ക് ആ സമ്പദ്ഘടനയിൽ, ആ വ്യവസായങ്ങളിൽ പണിയെടുക്കാനുള്ള ശേഷി വേണം. ഇതാണ് വിജ്ഞാന കേരളം. എങ്ങനെയാ സാധ്യമായ സോഷ്യലിസം നമ്മൾ പണിയുന്നത്? ഇങ്ങനെയാ. ഓരോ വെല്ലുവിളിക്കും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉത്തരവല്ല നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള അന്വേഷണങ്ങളും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെമിനാറിൽ ഒരു വിഷയത്തെ മാത്രമോ നമ്മൾ എങ്ങനെയാണ് ഈ ബദൽ രൂപപ്പെടുത്തുന്നതെന്ന് ചർച്ച ചെയ്തിട്ടുള്ളൂ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 2 ദിവസ സെമിനാറിൽ എല്ലാ മേഖലകളെയും പരിശോധിക്കാൻ പറ്റില്ല. നോക്ക്, നമ്മുടെ നയം എങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ UDF നയത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു? പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, അവരുടേത് സ്വകാര്യവൽക്കരണം. എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം വേണമെന്ന് നമ്മള്, വരേണ്യവർഗത്തിനുള്ള വിദ്യാഭ്യാസം, അതാണ് കേന്ദ്രത്തിൻ്റെത്. ഇതിന് പൊതുമുടക്കം വർദ്ധിപ്പിക്കണമെന്ന് നമ്മള് കൃഷി വഴി 10,000 കോടി രൂപയാണ് കേട്ടാ നമ്മുടെ കോളേജിലും സ്കൂളിലും മുടക്കിയിട്ടുള്ളത്. 10,000 കോടി രൂപ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ. കേന്ദ്ര സർക്കാരിന്റെ നയം എന്താ? വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങൽ. ജനപങ്കാളിത്തത്തോടെ നിലവാരമുയർത്ത വാണിജ്യവൽക്കരണമാണ് അവര് കാണുന്ന പരിഹാരം. ഇതുപോലെ ഏതെടുത്താലും നമ്മുടേതായിട്ടുള്ള ബദല് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഞാൻ അതിന്റെ മറ്റുള്ള കാര്യങ്ങളിൽ പോകുന്നു. ഇത് മാത്രം നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ഇത് ചർച്ച ചെയ്തില്ലെങ്കിലും പറയേണ്ടതുണ്ട്. അതാണ്, അവിടെ നിന്നാണ് നമ്മൾ ഇപ്പൊ അവസാനിച്ച സെഷനിലേക്കും സംസ്കാരത്തിലേക്കും ലിംഗപദവിയിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. സംസ്ഥാനത്തെ യുവജനങ്ങള്, നമ്മളെല്ലാം കേമം പറയുമെങ്കിലും നോക്കിക്കേ, എല്ലാം കറുത്തിരിക്കുന്ന കേരളമാണ്. 29% കേരളത്തിലെ തൊഴിലില്ലായ്മ മറ്റേത് സംസ്ഥാനത്തെക്കാൾ എത്രയോ ഉയർന്നതാണ്. ഇതിന്റെ പ്രശ്നം എവിടെയാ? ഇതിന്റെ പ്രശ്നം ഇവിടെ കാണാം. നീല ഇന്ത്യ, ചുവപ്പ് ചൈന. നോക്കിക്കേ, പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്തം, എത്ര പുരുഷന്മാർക്ക് തൊഴിലുണ്ട്, എത്ര സ്ത്രീകൾ, എത്ര മൊത്തത്തിൽ തൊഴിൽ പ്രായത്തിലുള്ള ആളുകളിൽ, സ്ത്രീ പുരുഷന്മാരിൽ എത്ര പേർക്ക് തൊഴിലുണ്ട് എന്നാണ് ആ ഗ്രാഫ്. അവസാനം നോക്കിക്കേ, ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചൈന സ്വല്പം മുകളിലാണ്. എന്നാ നോക്കിക്കേ, നടുക്കുള്ള ഗ്രാഫ് സ്ത്രീയുടെ തൊഴിൽ പങ്കാളിത്തം. ചൈന 70% സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയില് 20% സ്ത്രീകൾ. ഇപ്പൊ കേന്ദ്ര സർക്കാർ 30% പണിയെടുക്കണം കണക്കൊക്കെ വന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാനതുകൊണ്ട് അതിക്ക് മുമ്പുള്ള കണക്കാടുത്തത് 20%. ഇവിടെ വ്യത്യാസം. ഈ തൊഴിലില്ലായ്മയുടെ പല പ്രത്യാഘാതങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രത്യാഘാതം സ്ത്രീകളെ തള്ളുന്നു. എവിടെ നിന്ന്? തൊഴിൽ നിന്ന്. എങ്ങോട്ടാ തള്ളണേ? വീട്ടിനുള്ളിലേക്ക്. വീട്ടിനുള്ളിൽ വെറുതെ ഇരിക്കുക. വീട്ടുപണി തൊഴിലുണ്ടെങ്കിലും ചെയ്യണം. പക്ഷെ വീട്ടിൽ ഇറങ്ങുന്ന സ്ത്രീ, അവരാണ് പശുവിനെ നോക്കണേ, കോഴിയെ വളർത്തുന്നത്, അടുക്കളത്തോട്ടം ചെയ്യുന്നത്, ട്യൂഷൻ എടുക്കുന്നത്. കേരളത്തില് ഇങ്ങനെ വീട്ടമ്മമാരായിരിക്കുന്ന 98% സ്ത്രീകളും എന്തെങ്കിലും ഉപജീവന തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ്. ഇതിന്റെ ഫലം എന്താ? സ്ത്രീകൾക്ക് വികസന നേട്ടം ഉണ്ടായി. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ നില മെച്ചം. പക്ഷെ സ്ത്രീ പദവിയുടെ കാര്യത്തില് പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയുടെ സ്ഥാനം എന്താ? അത് മറ്റേത് സംസ്ഥാനത്തെയും പോലെ. അതിൽ ഏറ്റവും വികൃതമായിട്ടുള്ള എന്താ? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. ഈ വിദ്യാഭ്യാസമുള്ളൊക്കെ കേരളത്തില്
ഒരു സ്ത്രീക്ക് ഇരുട്ടിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നടന്നു പോകാൻ പറ്റും? അവിടെ നിന്ന് നോക്കിയാൽ മതി. സോ സ്ത്രീ പദവിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിൽ. ഇതിന് വിസ്തീരിക്കുമ്പോഴോ അവിടെയാണ് ഈ തൊഴിലില്ലായ്മ വരുന്നത്. അത് പരിഹരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇത് പരിഹരിക്കണം. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോ ധൃതിയിൽ ഉണ്ടാക്കിയപ്പോ വിട്ടുപോയി. ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ വന്ന് ഇത് നോക്കിയപ്പോ ഇവിടുന്ന് എഴുതിയുണ്ടാക്കിയതാണ്. എന്താണ് നമ്മുടെ ഒരു 120 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും, 120 ലക്ഷം പുരുഷന്മാർ, 120 ലക്ഷം സ്ത്രീകൾ തൊഴിൽ പ്രായത്തിലുള്ളവരാ. അവരില് ഒരു 90 ലക്ഷം പുരുഷന്മാരും ജോലി ചെയ്യുന്നു. കുറച്ചൊരു പഠിക്കാൻ പോണു, ബാക്കിയുള്ളവരൊക്കെ ഉള്ളത്. സ്ത്രീകളോ 20 ലക്ഷം വീടിന് പുറത്ത് പണിയെടുക്കാൻ പോണുള്ളൂ. പുരുഷന്റെ അത്രയാവണ്ട. ഒരു പകുതി സ്ത്രീകള് ജോലി എടുക്കാൻ കഴിഞ്ഞാലോ, തൊഴിലിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലോ 10,000 രൂപ വെച്ച് കൂട്ടിയാൽ മതി. സ്ത്രീകൾ തയ്യാറാണ് കേട്ടോ. ഒറ്റ കണ്ടീഷനുള്ള വീട്ടമ്മമാർ വീടിനടുത്തായിരിക്കണം ജോലി, വേറൊന്നുമില്ല. ഹരിതകർമ്മസേനയാണെങ്കിൽ ഒരു പ്രയാസമില്ലല്ലോ. മുപ്പത് ലക്ഷം സ്ത്രീകള്, പുരുഷന്മാരുടെ പാതി സ്ത്രീകൾ പണിയെടുക്കണമെന്നിരിക്കട്ടെ. 10,000 രൂപ വെച്ച് കൂലിയിട്ട് വെച്ചാൽ മതി മാസം. 36,000 കോടി രൂപയാണ് കേട്ടാ ഇവിടത്തെ സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു വർഷം വരാൻ പോണത്. ഇതാണ് എന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പൊ നാം കണ്ടതെന്താ, ഈ സ്ത്രീയുടെ പദവി ഉയർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പുറത്തുപോയി പണിയെടുക്കുക. മാസത്തിന്റെ അടിസ്ഥാന ധാരണ എന്താണ്? വർഗം, വർഗസമരം, വർഗബോധം. എങ്ങനെ വർഗബോധം ഉണ്ടാവണേ? വർഗത്തിന്റെ ഭാഗമാകുമ്പോഴാണ്, പണിയെടുക്കുമ്പോഴാണ്, അതിന്റെ ഭാഗമായി വർഗസമരത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. അപ്പൊ സ്ത്രീ പദവി ഉയർത്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിന്റെ ഒരു അഭേദ്യ ഭാഗമാണിത്. അതാണ് നമ്മുടെ കഴിഞ്ഞ സെഷൻ വലതുപക്ഷവൽക്കരണത്തിനെതിരെ പുരോഗമന മതനിരപേക്ഷ സംസ്കാരം. അപ്പോ കേരളം എന്ന ഇടതുപക്ഷ ബദൽ. ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ചയുണ്ട്, ഇല്ലെന്ന് പറയണ്ട കേട്ടോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക വളർച്ചയുള്ള ശക്തിയായിട്ട് മാറും, തർക്കം വേണ്ട. പക്ഷെ ഒരാളുടെ വരുമാനം എടുത്താൽ 138 സ്ഥാനമുള്ളൂ കാര്യം. പക്ഷെ ഇത്ര വേഗത്തിൽ ഇന്ത്യ വളർന്നിട്ടും ഒരു ചോദ്യത്തിന് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് മറുപടി ഉണ്ടാവില്ല. ജനങ്ങൾക്ക് എന്ത് നേട്ടം? എന്ത് വികസന സൂചിക എടുത്താലും പട്ടിണി സൂചിയാണ് അടിയില്, സുസ്ഥിര വികസന സൂചിക ഏറ്റവും അടിയില്, അഭിവൃദ്ധി സൂചിക ഏറ്റവും അടിയില്. ഈ മോഡി വന്നതിന് ശേഷം പിന്നെയും പുറകോട്ട് പോയി. ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയും കേരളവും 2 ധ്രുവത്തിലാണ്. ഈ ബദലെന്ന് പറയുമ്പോഴെന്താ, അവരിന്ന് വ്യത്യസ്തമാണെന്ന്. ഒരു വ്യത്യസ്തമായ കേരളം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യണത്? അതോടൊപ്പം വിജ്ഞാന സമ്പദ്ഘടന ഉണ്ടാക്കണം. എങ്കിലേ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റൂ. അപ്പൊ എന്താ? ജനക്ഷേമം അത് നമ്മൾ നേടി. വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നല്ല തൊഴിൽ കേരളത്തിൽ സൃഷ്ടിക്കാം. പിന്നെ പുരോഗമന സംസ്കാരം, ഇത് 3ഉം ചേരുന്നതാണ് നവകേരളം. ജനക്ഷേമം പ്ലസ് വിജ്ഞാന സമ്പദ്ഘടന പ്ലസ് പുരോഗമന സംസ്കാരം. അതും വേണം കേട്ടോ, അല്ലാതെ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല.
ആ സംസ്കാരവും കൂടി മതനിരപേക്ഷ സ്ത്രീ സൗഹൃദ ഒരു സംസ്കാരം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. EMSന്റെ പടം എന്താ ഇപ്പുറത്ത്? ഈ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോ എന്തായിരിക്കണം നാളത്തെ കേരളം എന്നുള്ളത് ഒരു രൂപരേഖ വരച്ച് കാണിച്ചത് സഖാവ് EMS കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകം വായിച്ചാൽ മതി. അതാണ് ഐക്യ കേരളത്തിന് മുന്നിൽ നാളത്തെ കേരളം ഇങ്ങനെ ആയിരിക്കണമെന്ന് EMS തന്നെ അവസാന നാളുകളിൽ പറഞ്ഞു. ഞാനും എൻ്റെ തലമുറയും ചെറുപ്പക്കാരായ സുഹൃത്തുക്കളും ഇങ്ങനൊരു കേരളത്തെ സ്വപ്നം കണ്ടു. ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആരോടെ പറഞ്ഞെന്നറിയോ? ജോൺ റോബിൻസനോട്. ഏതാണ്ടൊക്കെ വന്നു. എന്താ ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതാണ്ട് വന്നത്? എന്റെ ചെറുപ്പകാലത്ത് കേരളത്തിലെ ജാതിയെ നിങ്ങൾക്കറിയത്തില്ല. ഇന്ന് കേരളം എത്ര മാറി. സംസ്കാരം ഉണ്ട് ആദ്യം പറഞ്ഞു, വിദ്യാഭ്യാസത്തിലും എല്ലാം. പക്ഷെ EMS ഈ പുതിയ കാലഘട്ടം ആഗോള ചിത്രം കാണിച്ചില്ലേ? ആദ്യത്തെ ആഗോള ചിത്രം കഴിഞ്ഞ് രണ്ടാമത് തുടങ്ങിയപ്പോ EMS പറഞ്ഞത് ലോകം മാറിയിട്ടുണ്ട്, നമ്മുടെ കേരളവും നമ്മൾ ഒരുമിച്ച് ആലോചിക്കണം, പുതിയത് എന്ത് വേണം. നവകേരളം എന്ന് പറഞ്ഞില്ല, പുതിയ കേരളം. കേരള പഠന കോൺഗ്രസ് വിളിച്ചു ചേർത്തു. കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും EMS കത്തെഴുതി, വരൂ നമുക്ക് കേരളത്തിന് ഇനി എന്താ വേണ്ടേ. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സഖാവ് EMS പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ചെറുപ്പക്കാര് 20 വയസ്സുകാര് അന്ന് വേറെ ആരും ഉണ്ടായില്ല, ഞങ്ങളുണ്ടായിരുന്നു. അവള് തന്റെ ഇടത്തോടെ പുതിയ കേരളത്തെ ഞങ്ങൾ സ്വപ്നം കണ്ടു എഴുതി വെച്ചു. പക്ഷെ ഇന്നത്തെ കേരളത്തിൽ ഞങ്ങൾ മാത്രമല്ല, എത്ര സർവകലാശാലകള്, എത്ര ഉന്നത വിദ്യാപീഠങ്ങള്, എത്ര വിദഗ്ധര്, ഇവരെയൊക്കെ പങ്കാളികളാക്കണം. പങ്കാളികളാക്കിക്കൊണ്ട് നമുക്ക് എന്ത് വേണം കേരളത്തിൽ എന്നുള്ള തീരുമാനിക്കണം. അതിന്റെ ചർച്ചകൾ ഇന്ന് നവകേരളത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്താ നവകേരളം? ജനക്ഷേമം, അത് നേരത്തെ ഉണ്ട്, പ്ലസ് വിജ്ഞാന സമ്പദ്ഘടന പുതിയത്. പക്ഷേ ഇത് നേടുമ്പോ നമ്മുടെ പുരോഗമന സാംസ്കാരിക പാരമ്പര്യം കൈമോശം വരരുത്. ഇത് മൂന്നും ചേരുന്നതാണ് ഈ നവകേരളം എന്ന് പറയുന്നത്. നന്ദി. താങ്ക് യു വെരി മച്ച്. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. ലീലാകൃഷ്ണനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ സഹോദരനും കൂടിയാണ് ലീലാകൃഷ്ണൻ. ഞാൻ ഒരു കാര്യം, ലീലാകൃഷ്ണൻ ഏറ്റവും അർഹതപ്പെട്ടൊരു വേദിയാണ് ഇത്. 90കളിൽ ഇപ്പോൾ ലീലാകൃഷ്ണൻ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആദ്യമായി ലീലാകൃഷ്ണന് കിട്ടിയ പുരസ്കാരം EMSന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. EMSന്റെ സഞ്ചികയിൽ ലീലാകൃഷ്ണൻ എഴുതിയ ലേഖനത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പുരസ്കാരം. ലീലാകൃഷ്ണനെ ഞാൻ ക്ഷണിക്കുന്നു. അങ്ങേയറ്റം ആദരണീയനായ അധ്യക്ഷൻ, വ്യക്തിപരമായി എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ ഞങ്ങളുടെ പ്രിയങ്കരനായ MLA ആയ നന്ദേട്ടൻ, ഈ മഹത്തായ സമ്മേളനം വളരെ പണ്ഡിതോചിതമായി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമന്വിത രൂപമായ ഒരു പുതിയ കേരളത്തിൻ്റെ, നവകേരളത്തിൻ്റെ ചിത്രം വരച്ച് കാണിച്ചു തന്ന ഡോക്ടർ തോമസ് ഐസക്, ഏറ്റവും പ്രിയങ്കരായ ഡോക്ടർ KT ജലീൽ, ശശികുമാർ, കൂട്ടായി ബഷീർക്ക, EN മോഹൻദാസേട്ടൻ,
സാനു അടക്കം എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ പ്രബുദ്ധമായ ഒരു സദസ്സാണ്. 2 ദിവസമായി കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അപൂർവമായ ഒരു സംവാദ പരിസരത്തിലാണ് നിങ്ങൾ ജീവിച്ചത്. EMSനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ഇന്നത്തെ കേരളം, നാളത്തെ കേരളം, അതിനുവേണ്ട വിഭവങ്ങൾ ഒരുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയലോകം തിസിസ്, ആന്റിതിസിസ് ആൻഡ് ദെൻ സിന്തസിസ് എന്നൊരു ശാസ്ത്രീയ പദ്ധതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അഭിപ്രായങ്ങളെ ഭയക്കാറില്ല. ഒരു അഭിപ്രായം ഉണ്ടാകുന്നു, അതിനൊരു എതിരഭിപ്രായം ഉണ്ടാകുന്നു, ആന്റിതിസിസ് ഉണ്ടാകുന്നു. അത് രണ്ടും ചേർന്നൊരു സിന്തസിസ്, ഒരു പുതിയ ആശയ സംഹിത രൂപപ്പെടുന്നു. മാർക്സ് അർത്ഥപൂർണമായി പറഞ്ഞത് മാറ്റത്തിന് മാത്രം മാറ്റമില്ല, മാറ്റം തുടർന്നുകൊണ്ടിരിക്കും. ഡയലക്റ്റിക്സ് ഉപയോഗിച്ച് പുതിയ കാലത്തിനനുസൃതമായി മാർക്സിസ്റ്റ് സമീപനങ്ങളെ നവീകരിക്കണമെങ്കിൽ ഇങ്ങനെ ചിന്തയുള്ളവർ, ഇടതുപക്ഷ മനോഭാവമുള്ളവർ, പുരോഗമനോത്സുകർ ഒരുമിച്ചിരിക്കുകയും നമ്മുടെ കാലത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഒടുവിൽ തോമസ് ഐസക് പറഞ്ഞത് EMS അവസാനം സംഘടിപ്പിച്ച ചർച്ച അതായിരുന്നു. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായും പിന്നീട് ഇന്ന് നവകേരളം എന്ന് നമ്മൾ പറയുന്ന കേരള സൃഷ്ടിക്ക് വേണ്ടി EMSന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന എത്രയെത്രയോ പ്രബന്ധങ്ങൾ, ആയിരക്കണക്കിന് പ്രബന്ധങ്ങളാണ് അതിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതായിരുന്നു EMS. 20ാം നൂറ്റാണ്ട് ലോകത്തിന് നൽകിയ ചിന്താവിസ്മയത്തിൻ്റെയും ദാർശനിക വിപ്ലവത്തിൻ്റെയും പ്രായോഗിക രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും വിശ്വമാതൃകയായിരുന്നു EMS. വിശ്വപൗരനായിരുന്നു, യുഗസ്രഷ്ടാവായിരുന്നു. 1909 ജനിച്ച് 98 മരിച്ചു. 89 വർഷം കാലത്തിന്റെ മുഖാകൃതി മാറ്റിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യമോചന രണഭൂമികളിൽ ഉണർന്നിരുന്ന ചിന്തയുടെ ധീരതയാണ്. EMS മരിച്ചപ്പോൾ ഞാനൊരു കവിത എഴുതി. ഞാൻ 2 രാഷ്ട്രീയ നേതാക്കൾ മരിച്ചപ്പോൾ മാത്രമാണ് കവിത എഴുതിയത്. അത് എൻ്റെ മഹത്വമായിട്ടല്ല, എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലാതെ എഴുതിപ്പോയതാണ്. ഒന്ന് EMS മരിച്ചപ്പോഴും മറ്റൊന്ന് നായനാർ മരിച്ചപ്പോഴും. EMS മരിച്ചപ്പോഴുള്ള കവിത ദേശാഭിമാനി വാരികയിലും, നായനാർ മരിച്ചപ്പോൾ ആ കവിത ദേശാഭിമാനി വാരാന്ത പതിപ്പിലുമാണ് അച്ചടിച്ചു വന്നത്. EMS എന്നായിരുന്നു EMSനെ കുറിച്ചുള്ള കവിതയുടെ പേര്, നായനാർ എന്നായിരുന്നു നായനാരെ കുറിച്ചുള്ള കവിതയുടെ പേര്. ഒരു മാറ്റത്തിന് വേണ്ടി ഞാൻ ആ കവിത ഒന്ന് ചൊല്ലി നോക്കാം. EMSനെ കുറിച്ചുള്ള, ഒരുപക്ഷെ നിങ്ങൾ വായിച്ചതായിരിക്കും, നേരത്തെ 1-2 തവണ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. EMS. പ്രഭുത തൻ സൗഖ്യമെല്ലാം ഉപേക്ഷിച്ച് പുതിയ കാലത്തെ ബുദ്ധനായി തീർന്നവൻ, പതിതവർഗ മഹാമോചനത്തിന്റെ ബലിനിലങ്ങളിൽ വാക്കായി ജ്വലിച്ചവൻ, യുഗചരിത്രമീ മനുഷ്യന്റെ മരണമില്ലാത്ത സ്നേഹപ്രവാചകൻ, പണിയമാടങ്ങൾ, പട്ടിണിക്കൂരകൾ, കരളു കത്തിച്ചു കാത്ത കനൽ തരി. പ്രിയ സഖാവേ, തിരിച്ചറിയുന്നു നീ രുധിരശോണ നക്ഷത്രമാകുന്നതായി. ഒരു മഹാവർഗ സഞ്ചയം നിന്നിലൂടൊരു മനുഷ്യനെപ്പോലെ ശബ്ദിപ്പതായി. ഒരു മഹാവർഗ സഞ്ചയം നിന്നിലൂടൊരു മനുഷ്യനെപ്പോലെ ശബ്ദിപ്പതായി. മഷിയുണങ്ങാത്ത പേന, മനീഷിതൻ നിശിതമാം നിലപാടുകൾ, വിപ്ലവജ്വലനമായി വിശ്വചക്രവാളങ്ങളിൽ കൊടിയുയർത്തുന്ന ചിന്തതൻ ധീരത. ഒടുവിലത്തെ പോരാളി വീഴും വരെ, ഒടുവിലത്തെ പോരാളി വീഴും വരെ സമരവർഗ ചരിത്രത്തിലുണ്ട് നീ. അണയുകില്ല സഖാവേ വിശ്വസ്നേഹ ബലിനിലങ്ങളിൽ വീണൊരീ തീപ്പൊരി. ആ തീപ്പൊരിയായി ഉണർന്നിരുന്ന ജ്വാലയാണ് ഇന്നും കെടാതെ
20-ാം നൂറ്റാണ്ടിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ഉണർന്നിരുന്ന പോരാളിയാണ്. ഇടതുപക്ഷത്തേക്ക്, വർഗപക്ഷത്തേക്ക് ജ്ഞാനവിജ്ഞാന ചലനങ്ങളെ വലിച്ചടുപ്പിച്ചു. അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു. 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്. നേരത്തെ തോമസ് ഐസക് സൂചിപ്പിച്ച കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് കേരളത്തിന്റെ വരും കാലത്തിന്റെ മാനിഫെസ്റ്റോ ആയി ഉണ്ടായ പുസ്തകമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നത് തന്നെ. 1921 കുറിച്ചുള്ള വിശകലനവും താക്കീതും ആയിട്ടുള്ളൊരു പഠനമുണ്ട്. 21 മലബാർ കലാപത്തെക്കുറിച്ച് ഏറ്റവും വസ്തുനിഷ്ഠമായി എഴുതപ്പെട്ട പഠനമാണ്. EMSന്റെ സാംസ്കാരിക ലേഖനങ്ങൾ പാവങ്ങൾ എന്ന കൃതിയുടെ 100ാമത്തെ വർഷമാണ്. പാവങ്ങളാണ് കേരളത്തിലെ പുരോഗമന സാംസ്കാരിക ചിന്തയ്ക്ക് വിത്തിട്ടത് എന്ന് കേരളത്തിൽ ആദ്യമായി പറഞ്ഞതും എഴുതിയതും EMS ആണ്. നാലപ്പാടന്റെ പരിഭാഷയെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ ആ ലേഖനം വായിക്കുന്നതിന്റെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ്. കേരളത്തിലെ എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ നാടക ചലനങ്ങളുടെയും കൂടെ 20-ാം നൂറ്റാണ്ടിനെ മനുഷ്യന്റെ നൂറ്റാണ്ടാക്കി തീർത്തത് EMS അടക്കമുള്ള കുറെ ആളുകളുടെ നിതാന്ത ജാഗ്രതയാണ്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും, അതിനു മുമ്പ് പൊയ്കയിലപ്പച്ചനും, അതിനു മുമ്പ് അയ്യാ വൈകുണ്ഠനും, തൈക്കാട്ടയ്യാവും തൊട്ട് വീട്ടി ഭട്ടതിരിപ്പാട് വരെയുള്ള നവോത്ഥാന നായകന്മാർ സൃഷ്ടിച്ച സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഒരു ചലനത്തെ രാഷ്ട്രീയമാക്കി മാറ്റാൻ ഉണർന്നിരുന്നു എന്നതാണ് EMS ചെയ്ത ഏറ്റവും വലിയ സേവനം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്ന് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുതുന്നത് ആത്മീയ ഭാഷയിലുള്ള ഒരു വർഗ സമത്വബോധമാണ്. 2 വർഗമില്ല, ഒരു വർഗമേ ഉള്ളൂ. വർഗരഹിത മനുഷ്യ സമൂഹത്തെ സ്പിരിച്വലായിട്ട് ഗുരു വ്യാഖ്യാനിച്ചതിനെ രാഷ്ട്രീയമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് EMS ആണ്. EMS അവരെ എല്ലാം പഠിച്ചു. വീട്ടിയുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്. വീട്ടിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട നാടകം അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എടക്കുഞ്ഞി ഇല്ലത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നണിയിൽ പ്രോംപ്റ്റ് ചെയ്തത് EMS ആണ്. EMSന് സംസാരിക്കുമ്പോൾ കുറച്ച് വിക്കുണ്ടായിരുന്ന ആളാണ്. എന്നിട്ടും ആ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ പ്രോംപ്റ്റ് ചെയ്തത് EMS ആണ്. ആ നാടകം കഴിഞ്ഞ് ഉണ്ടായ ആവേശത്തെക്കുറിച്ച് ആത്മകഥയിൽ EMS എഴുതിയിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ കുറെ പുരുഷന്മാർ പൂണുനൂല് പൊട്ടിച്ച് വിപ്ലവകാരികളായി, കുറെ സ്ത്രീകൾ ഘോഷ ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊട്ടിച്ച് മോചിതരുമായി ആ നാടകത്തിലൂടെ. എന്നാൽ പൂണൂല് പൊട്ടിച്ച ഞങ്ങളൊക്കെ പിന്നീട് അത് സൗകര്യപൂർവ്വം എടുത്തുകൊണ്ട് നടന്നു. ഇന്ന് വീട്ടിലിരിക്കുമ്പോൾ പൂണൂല് ഇടാത്ത ഒരു നമ്പൂതിരിയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഘോഷ ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊട്ടിച്ച് പുറത്തു കടന്ന സ്ത്രീകൾ ആരും തന്നെ ഘോഷയിലേക്കും മറക്കുടയിലേക്കും തിരിച്ചു പോയില്ല എന്നതാണ് വീട്ടിൽ നടത്തിയ വിപ്ലവത്തിൽ ഉണ്ടായ ഏറ്റവും മാറ്റം. ഇത് EMS ആണ് നിരീക്ഷിച്ചത്. ഇപ്പോഴും സത്യമല്ലേ? ഇപ്പോഴും അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ സ്ത്രീകൾ തിരിച്ചു പോയില്ല. വീട്ടിയുടെ വിപ്ലവം, അതിനുശേഷം MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, നമ്പൂതിരി ബില്ലിന് വേണ്ടി കൊച്ചി നിയമസഭയിൽ പാർവതി നെന്മിനിമംഗലം വാദിച്ചത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന MRBയുടെ നാടകം സഭയ്ക്ക് പുറത്ത് കാണിച്ചിട്ടാണ്. EMS ആണ് അതിനെ നിയോഗിക്കുന്നത്. പാർവതി നെന്മിനി മംഗലത്തെ, ആര്യ പള്ളത്തെ, ദേവകി നെരിക്കാട്ടിരിയെ, ഇത്തരം സ്ത്രീകളെ സാമൂഹ്യ പരിവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ EMS അടക്കം വീട്ടിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. MRBയോടും പ്രേംജിയോടും വീട്ടിയോടും ഒപ്പം ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രവർത്തകനായിരുന്നു വീട്ടി. സാമുദായിക പരിഷ്കരണ പ്രവർത്തനത്തിലൂടെയാണ് EMS വന്നത്. ഓങ്ങല്ലൂർ പ്രഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. സാമുദായിക പരിഷ്കരണ പ്രവർത്തനം അവസാനിപ്പിച്ച് EMS രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്പൂതിരി യുവാക്കളോട് പറഞ്ഞത്, പത്തായം പെറും ചക്കി കുത്തും ഉണ്ണി ഉണ്ണുമെന്ന് കരുതി ഇനി ഒരു നമ്പൂതിരി യുവാവും പണിയെടുക്കാതിരിക്കേണ്ട, പട്ടിണി കിടക്കേണ്ടി വരും. പുതിയ ജോലി ചെയ്യാൻ അന്തപ്പുരങ്ങൾ വിട്ട്, അറപ്പുരകൾ വിട്ട് പുറത്തിറങ്ങിക്കോളാൻ ഓങ്ങല്ലൂരിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണ്. ഇങ്ങനെ EMS നിലനിർത്തിയ ജാഗ്രതയാണ് 20-ാം നൂറ്റാണ്ടിലെ കേരളത്തെ ഒരു ലോക മാതൃകയാക്കിയത്. ഈ നാടകത്തിന്റെ തുടക്കക്കാരൻ EMS ആണ്. 37-ൽ EMSഉം കെ ദാമോദരനും ചേർന്നാണ് തൃശ്ശൂരിൽ ആദ്യത്തെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 37-ലാണ് ആ മീറ്റിംഗ്. എഴുത്തുകാരെ, നിങ്ങൾ ആരുടെ ചേരിയിലെന്ന് മാക്സിം ഗോർക്കി
വിളിച്ചു ചോദിച്ചതിന്റെ ഭാഗമായി പ്രേംചന്ദിനെ പോലുള്ള എഴുത്തുകാർ ഇന്ത്യയിൽ പുരോഗമന സാഹിത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ PWA ഉണ്ടായതിന്റെ തുടർച്ചയായിട്ട് കേരളത്തിലെ എഴുത്തുകാരെ സംഘടിപ്പിക്കുന്നത് EMS മുൻകൈ എടുത്തിട്ടാണ്, കെ ദാമോദരന് മുൻകൈ എടുത്തിട്ടാണ്. അതാണ് പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘമായിട്ട് മാറിയത്. ആ കാലത്ത് കേരളത്തിലെ എല്ലാ മേഖലയെയും മതനിരപേക്ഷമായ മാനുഷികതയിലേക്ക് നയിക്കുന്നതിൽ EMS കാണിച്ച ജാഗ്രത, അതാണ് ഇപ്പൊ നേരത്തെ നന്ദേട്ടൻ പറഞ്ഞൊരു കാര്യം. ആരെന്ത് സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യം എവിടെ ചെയ്തോ അതിനെ അപ്പോൾ തിരുത്താൻ EMS ഉണ്ടായിരുന്നു. 90കളുടെ തുടക്കത്തിൽ എൻ്റെ ഒരു ലേഖനത്തിൽ EMS മറുപടി എഴുതിയ കാര്യം നന്ദേട്ടൻ പറഞ്ഞു. ഞാനത് ഇപ്പോഴും വലിയ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരാളാണ്. VP സിംഗ് ഗവൺമെന്റിനെ ഒരു വശത്ത് നിന്ന് BJPയും മറ്റൊരു വശത്ത് നിന്ന് ഇടതുപക്ഷവും പിന്തുണച്ചൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ ആ കാലത്താണ് എൻ്റെ അന്നത്തെ അപക്വമായ രാഷ്ട്രീയ നിരീക്ഷണം വെച്ചുകൊണ്ട് ഇത് ഭാവിയിൽ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെ വളർത്താനേ സഹായിക്കുകയുള്ളൂ എന്നും ഇലക്ഷന് മുമ്പ് പരസ്പര ധാരണ ഉണ്ടാക്കാത്ത ആളുകൾ ഇങ്ങനെ രണ്ട് വിരുദ്ധ ശക്തികൾ ഒരു ശക്തിയെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയമായി നാളെ ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്നും ഈ പറയുന്ന BJP രാഷ്ട്രീയം വളരുമെന്നാണ് പറഞ്ഞത്. അത് ഒരർത്ഥത്തിൽ ശരിയായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അന്ന് അത് ഞാനൊരു വലിയ കടുങ്കൈ ചെയ്തത് 1929-30 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന്റെ നേതാക്കൾ കേരളത്തിൽ EMSഉം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റും EMS സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ. അന്ന് ഈ MN റോയ് റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൊളോണിയൽ തിസീസിൽ ലെനിന്റെ തിസീസ് തിരുത്താൻ മാത്രം വലുപ്പമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു റോയ് ആണ് മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ടിൽ രൂപീകരിച്ചത്. ഇത് CPIക്കാർ അംഗീകരിക്കുന്നില്ല അല്ലെ. 1920 താഷ്കണ്ടിൽ വെച്ച് പ്രവാസി കമ്മ്യൂണിസ്റ്റുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് റോയ് ആണ് ആ ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ടിൽ രൂപീകരിച്ചത്. ആ റോയ് ഒരു പ്രമേയം കൊണ്ടുവരാൻ സാഹചര്യമുണ്ടായി. കാരണം സുഭാഷ് ബോസ് ജയിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആരാധകനായിരുന്ന പട്ടാഭി സീതാരാമയ്യ തോറ്റ് സുഭാഷ് ബോസ് ജയിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു പട്ടാഭിയുടെ പരാജയം എന്റെ പരാജയം. അപ്പൊ ഗാന്ധിജിക്ക് ദുഃഖമുണ്ടായി എന്നറിഞ്ഞ് ഒരു പ്രമേയം കൊണ്ടുവന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ. കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നാലും മഹാത്മാഗാന്ധിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ആ പ്രമേയത്തിനെതിരായി MN റോയ് ഒരു പ്രമേയം കൊണ്ടുവന്നു. അന്ന് റോയ് പ്രതീക്ഷിച്ചു കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ അതിനെ പിന്തുണയ്ക്കുമെന്ന്. എന്നാൽ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ കുറ്റകരമായ നിഷ്പക്ഷത പാലിച്ചു. അതുവഴി ഗാന്ധിജിയുടെ ആത്മീയ പ്രഭാവത്തിന് മുൻപിൽ ഇന്ത്യൻ ഇടതുപക്ഷ സ്വപ്നത്തെ ആദ്യം തന്നെ അടിയറവ് വെച്ചു എന്ന് MN റോയ് എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികൾ ഞാൻ ഉദ്ധരിച്ചു. അതിന് EMS മറുപടി എഴുതി ഇങ്ങനെയാണ്. നോക്കൂ, 90കളിൽ എൻ്റെ പേര് പരാമർശിക്കേണ്ട ഒരു കാര്യവും EMSനില്ല. ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ ഒരു ലേഖനമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം തുടങ്ങിയത്. അതിൽ അദ്ദേഹം പലതും പറയുന്നുണ്ട്, ചില വസ്തുതകളുണ്ട്. പക്ഷേ 30-ൽ ജനിച്ചിട്ട് പോലുമില്ലാത്ത അദ്ദേഹം അന്ന് ത്രിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ കണ്ടതുപോലെ എഴുതി വച്ചിരിക്കുന്നു എന്നാണ് ആദ്യത്തെ വിമർശനം. മറ്റൊന്ന്, ഒത്തുതീർപ്പുകളുടെ രാഷ്ട്രീയം കീഴടങ്ങലാണെന്ന് ഈ എഴുത്തുകാരൻ വിചാരിച്ചു പോകുന്നു. അത് സ്വപ്നജീവിയുടെ രാഷ്ട്രീയമാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ സ്വപ്നജീവിയുടെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമില്ല എന്നിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു അവസാനം EMS എഴുതിയത്, ഈ ലേഖനത്തിൽ ചില വസ്തുതകളുണ്ടെങ്കിലും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതുക വഴി ഈ ലേഖകൻ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയും BJPയെയുമാണ് എന്നാണ് ലേഖനം അവസാനിപ്പിച്ചത്. അപ്പൊ ഞാൻ അതിനുശേഷം രാഷ്ട്രീയ ലേഖനങ്ങൾ അധികമൊന്നും എഴുതിയിട്ടില്ല. എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആത്യന്തികമായിട്ട് ആരെയാണ് സഹായിക്കുക എന്ന് EMS പറഞ്ഞതുപോലെ വിശകലനം ചെയ്യാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മിണ്ടാതിരിക്കലാണ് ബുദ്ധി എന്ന് എന്നെ പഠിപ്പിച്ചത് EMS. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നെപ്പോലൊരു നിസ്സാരനായ വിദ്യാർത്ഥിയെ പോലും തിരുത്താൻ പോകുന്ന ജാഗ്രതയായിരുന്നു. അതാരാണോ ഇത്തരം സാമൂഹ്യ വിരുദ്ധവും തൊഴിലാളി വർഗ വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവുമായ ചിന്ത എഴുതണമെന്നില്ല, ചിന്തയുണ്ടെങ്കിൽ പോലും അവിടെ ഇടപെട്ട് EMS തിരുത്തും. EMS പല കാര്യങ്ങളിൽ ഇടപെട്ടത് അങ്ങനെയാണ്. ശരീഅത്ത് വിവാദം
രണ്ടും കെട്ടും നാലും കെട്ടും EMSന്റെ മോളെയും കെട്ടും എന്നൊക്കെ ഇവിടെ മുദ്രാവാക്യം വിളിച്ച കാലത്ത് ശരീഅത്ത് വാസ്തവത്തിൽ മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിട്ട് EMS നടത്തിയൊരു ശ്രമമാണെന്ന് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി. EMSനെ പോലെ മലബാറിലെ മുസ്ലിം സമൂഹത്തെ സ്നേഹിച്ചൊരു മനുഷ്യനുണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 21 കലാപകാലത്ത് മലബാർ വാർ നൈഫ്സ് ആക്ട്, മാപ്പിള ഔട്ട്റേജസ് ആക്ട്, കെട്ടി ജലീലിനൊക്കെ അറിയാം, അദ്ദേഹം അതിനെ കുറിച്ച് പഠനം നടത്തിയ ആളാണ്. മലബാർ വാർ നൈഫ്സ് ആക്ട്, മാപ്പിള ഔട്ട്റേജസ് ആക്ട്, അത് പ്രകാരം മാപ്പിളയുടെ വീട്ടിൽ കറിക്കത്തി കണ്ടാലും ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. ആ നിയമം 1957 EMS മന്ത്രിസഭ EMS മുൻകൈ എടുത്താണ് ആ 2 കരി നിയമങ്ങൾ പിൻവലിച്ചത്. മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ നേരെ വലിയ ആയുധമായി നിന്നിരുന്ന അത് പിൻവലിച്ചത് EMS ആണ്. പള്ളി നിർമ്മിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, മുസ്ലിം പള്ളി നിർമ്മിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് മലബാറിൽ. അന്ന് മദ്രാശിയാണ് തലസ്ഥാനം. കാമരാജ നാടാരുടെ അടുത്ത് പലതവണ നിവേദനവുമായിട്ട് പെരിന്തൽമണ്ണയിൽ ഒരു പള്ളി തുടങ്ങാൻ പറ്റാതെ പോയത് EMSന്റെ മന്ത്രിസഭയാണ്. ഇപ്പോഴും അതിനെ EMS പള്ളി എന്നാണ് വിളിക്കുന്നത്. EMSന്റെ മന്ത്രിസഭയാണ്. മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ജില്ല ഉണ്ടാക്കി കൊടുത്തു എന്ന ചീത്തപ്പേര് ഇന്നും EMS കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മുസ്ലിം സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ ഒക്കെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ പരിമിതികളെ ഉല്ലംഘിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ, വിദ്യാഭ്യാസ ബില്ല്, മുണ്ടശ്ശേരി മാഷിന്റെ വിദ്യാഭ്യാസ ബില്ല് ഉണ്ടാക്കിയ വിപ്ലവം ചെറുതല്ലല്ലോ. 57 ആ ഗവൺമെന്റ് ഉണ്ടാക്കിയ പല ചലനങ്ങളുമാണ് 2025 വരെയുള്ള മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇന്നും പിന്തുടരുന്നത്. 2025 കോവിഡ് കാലത്തും അടിസ്ഥാന മനുഷ്യപക്ഷത്ത് നിൽക്കാൻ ഒരു ഗവൺമെന്റ് ലോകത്താകെ ഉണ്ടായത്, കേരളത്തിൽ മാത്രമായത് ആ ഇടതുപക്ഷ രാഷ്ട്രീയം ഇവിടെ ശക്തിപ്പെട്ടു നിന്നതുകൊണ്ടാണ്. അതിന്റെ കാവൽക്കാരനായിരുന്നു EMSന്റെ സാഹിത്യാവബോധം, EMSന്റെ സാഹിത്യ ലേഖനങ്ങൾ നിർബന്ധമായി നിങ്ങൾ വായിക്കേണ്ടതാണ്. ആശാന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പഠനമുണ്ട്. ആശാനെ കുറിച്ച്, വള്ളത്തോളിനെ കുറിച്ച്, ഈ പറയുന്ന നാലപ്പാട്ട് നാരായണമേനോനെ കുറിച്ച്, ഏറ്റവും ഒടുവിൽ PK പോക്കൂരും KN കുഞ്ഞഹമ്മദ് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് വരെ വിമർശനാത്മകമായും ഒക്കെ അദ്ദേഹം എഴുതും. അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഈ ജാഗ്രത ഉണ്ടായിരുന്നു. എനിക്കൊരു ഓർമ്മയുള്ളത്, ഞാൻ കുറച്ചു കാലം കഥാപ്രസംഗകനായി നാടുചുറ്റിയ ആളാണ്. അപ്പൊ ഞാൻ പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. എൻ്റെ 22-23 വയസ്സ് കാലത്ത്. അന്ന് സാംബശിവനാണ് പ്രസിഡന്റ്. സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ രജത ജൂബിലി ആഘോഷം നടന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. EMS ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. EMSന്റെ ആദ്യത്തെ വാചകം എങ്ങനെയാണ്: ഞാനും സാംബശിവനും തമ്മിൽ കാണും. മിക്കപ്പോഴും ഞാൻ ഇറങ്ങുമ്പോൾ സാംബശിവൻ കയറുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കയറുമ്പോൾ സാംബശിവൻ ഇറങ്ങുകയായിരിക്കും. അങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, അല്ലെ? മിക്കവാറും കഥാപ്രസംഗർ കഥ പറഞ്ഞു കൂട്ടിയ ആളുകളോട്, പാട്ടുകാർ പാട്ടുപാടി കൂട്ടിയ ആളുകളോട്, നാടകക്കാർ നാടകം കളിച്ചു കൂട്ടിയ ആളുകളോടാണ് രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയം പറഞ്ഞത്. എനിക്കിപ്പോഴും പരസ്യത്തൊന്നൊരു തമാശ. കോഴിക്കോട്ടൊക്കെ മാനാഞ്ചിറയിൽ EMSും AKGയും ഒക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ കോഴിക്കോട് അബ്ദുൽ ഖാദറും ബാബുരാജും മച്ചാട്ട് കൃഷ്ണനും മച്ചാട്ട് വാസന്തിയും ഒക്കെ പാട്ടുപാടും. ഓരോ പാട്ട് പാടിക്കഴിഞ്ഞാൽ അനൗൺസർ പറയും, ഇനി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കും, ആരും പിരിഞ്ഞു പോകരുത്, പ്രസംഗങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ബാബുക്കായും ഖാദർക്കായും വാസന്തിച്ചയും പാട്ടുപാടുന്നതായിരിക്കും. അങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അപ്പുറത്തിപ്പുറത്തും തേങ്ങ ഇട്ടിട്ടാണ് നടുക്ക് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഈ ജാഗ്രത ഏറ്റവും ആഴത്തിൽ തിരിച്ചറിഞ്ഞൊരു നേതാവായിരുന്നു EMS. ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ തിരിച്ചറിഞ്ഞ ആളാണ്, എഴുത്തുകാരെ തിരിച്ചറിഞ്ഞ ആളാണ്. ഇപ്പൊ സാംബശിവൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയത്തെയാണ്. കഥാപ്രസംഗവും നാടകവുമാണ്. 29 എടക്കുനിയിലത്ത് വീട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന അടുക്കള നാടകം കഴിഞ്ഞ് പാട്ടബാക്കി 37 ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണെന്ന് നമ്പൂതിരിപ്പാട് തന്നെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കൊരഞ്ഞൂരിൽ പൊന്നാനി താലൂക്ക് കർഷക സംഘത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാട്ടബാക്കി എഴുതാൻ നിർദ്ദേശിക്കുന്നത് EMS ആണ്. ഇപ്പോൾ നന്ദേട്ടന്റെ നേതൃത്വത്തിൽ കോതമുക്കിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ പാട്ടബാക്കി വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പാട്ടബാക്കി അടക്കമുള്ള രാഷ്ട്രീയ നാടകങ്ങൾ, കഥാപ്രസംഗമൊക്കെ ചെയ്ത ജോലി ചെറുതല്ല. 924 ആദ്യത്തെ കഥാപ്രസംഗം. സത്യദേവനാണ് ആ കഥ പറഞ്ഞത്. അദ്ദേഹം ശ്രീരാമചരിതവും മാർക്കാണ്ഡേയ ചരിതവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തോട് ഈ ശ്രീരാമചരിതം കേട്ട് സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു, ഈ കാലത്ത് ഈ പുരാണ കഥ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് എന്താണ് പ്രയോജനം? 1924 ചോദിക്കുന്നത്. ഈ ജനങ്ങളോട് പുരാണം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ പ്രതിഭ ചോദിച്ചു, താങ്കൾ
കുമാരനാശാൻ എഴുതിയ ചണ്ടാല ഭിക്ഷുകി അവതരിപ്പിക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് അത് മാറില്ലേ? അങ്ങനെയാണ് ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് കഥാപ്രസംഗം ചണ്ടാല ഭിക്ഷുകി അവതരിപ്പിച്ച് തുടങ്ങുന്നത്. നോക്കൂ, അന്ന് ശ്രീരാമചരിതം മാറ്റിവെച്ചിട്ടാണ് ചണ്ടാല ഭിക്ഷുകി എടുത്തത്. 101 വർഷം കഴിഞ്ഞ് 2025 കേരളത്തിൽ ശ്രീരാമചരിതം എല്ലാ നിലയ്ക്കും എടുത്തു വെച്ച് ചണ്ടാല ഭിക്ഷുകിയെ മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് EMSനെ പോലുള്ള ജാഗ്രതയുള്ള ആളുകളുടെ അഭാവമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഈ ജാഗ്രതയാണ് ഇടതുപക്ഷ ജാഗ്രത. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, മന്ത്രവാദം കഴിഞ്ഞിട്ട് ഈ ദുർമൂർത്തികളൊക്കെ ഒഴിപ്പിച്ചാൽ 41 ദിവസം കാവൽ നിൽക്കണം. ശ്രദ്ധ തെറ്റിയാൽ ഈ ദുർമൂർത്തികളൊക്കെ തിരിച്ചു വരും. ഇപ്പൊ നമ്മൾ കുറെ ദുർമൂർത്തികളൊക്കെ ഒഴിപ്പിച്ചു നമ്മുടെ പല സമരങ്ങൾ കൊണ്ട്. പക്ഷെ കാവൽ വേണ്ടത്ര ശരിയാവാത്തത് കൊണ്ട് സച്ചിദാനന്ദ ഭാഷ എഴുതിയതുപോലെ ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവിയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി. കേരളത്തിൽ നടന്നു നോക്കിയാൽ എല്ലാ ഉടൻകൊല്ലി വൈദ്യന്മാരുടെ ജ്യോതിഷ കാര്യാലയങ്ങളും മഷിനോട്ടക്കാരും കുട്ടിച്ചാത്തൻ സേവക്കാരും വർദ്ധിച്ചു വരികയാണ്. പ്രബുദ്ധ കേരളത്തിൽ ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ കുട്ടിച്ചാത്തന്റെ അടുത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരിക. ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ, ദുർമന്ത്രവാദത്തിന് വേണ്ടി 2 സ്ത്രീകളെ കൊന്ന് മാംസം വേവിച്ച് തിന്ന നരഭോജികളും കേരളത്തിലുണ്ട്. ഈ ജാഗ്രത കുറവിനെയാണ് EMS എന്നും. EMSന്റെ ഉടനീളം ഞാൻ പറഞ്ഞ സാംബശിവനെ കുറിച്ച് പറഞ്ഞില്ല. സാംബശിവന്റെ 25ാം വാർഷികത്തിൽ സാംബശിവൻ ചെയ്ത സേവനങ്ങളെ കുറിച്ച് EMS അക്കമിട്ട് നിരത്തി പറഞ്ഞു. ലോക സാഹിത്യത്തെ ജനങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ സാംബശിവനാണ്. ഒഥല്ലോ, ഗോസ്റ്റ്, അന്നക്കരനീന, യുദ്ധവും സമാധാനവും, ബ്രദേഴ്സ് കരമസവും, ലോകപ്രശസ്തങ്ങളായ കൃതികൾ, നെല്ലിന്റെ ഗീതം. ഇപ്പൊ ഞാനിത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ അന്ന് ഞാൻ 10 വയസ്സുള്ളപ്പോൾ എന്റെ നാട്ടിൽ ഒഥല്ലോ വന്ന് പറഞ്ഞു സാംബശിവൻ. അപ്പൊ അന്ന് ഈ ഒഥല്ലോ എന്താന്ന് പറയാത്ത നാട്ടുപുറത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോഴും എന്റെ നാട്, ഞാനും നന്ദേട്ടനെ കൂടി സ്ഥലത്താണ് താമസിക്കുന്നത്. വലിയ വിദ്യാസമ്പന്നം എന്നുള്ള നാടല്ല. അവിടെ ചായപ്പിടിയിൽ പിറ്റേ ദിവസം ഈ പത്രം വായിച്ച് ചർച്ച നടക്കും. അവിടെ വെച്ചാണ് ഞാൻ ഈ ബൂർഷ എന്നുള്ള വാക്കൊക്കെ ആദ്യം കേട്ടത്. വീടിതെറുപ്പുകാരൻ മൊയ്തുണ്ണിക്ക പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ബൂർഷ എന്നുള്ള വാക്ക് കേട്ടത്. ബൂർഷയെ പേടിക്കേണ്ടടോ, പെറ്റി ബൂർഷയാണ് പേടിക്കേണ്ടതെന്ന് മൊയ്തുണ്ണിക്ക പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ പൊന്നംകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞ അടക്ക കച്ചവടക്കാരൻ പറയാണ്, എടോ ബാവേ, ഈ റൊട്രിഗോ ഭയങ്കര കുഴപ്പക്കാരനാടോ. അപ്പൊ ബാവൊക്കെ പറഞ്ഞു, റൊട്രിഗോ അല്ല കുഴപ്പക്കാരൻ പൊന്നംകുട്ടിയേട്ട, ഈയാഗോ ആണ് സകല കുഴപ്പത്തിനും കാരണം. 2 പേർക്കും വിദ്യാഭ്യാസമല്ല, അടക്ക കച്ചവടക്കാരനും വെറ്റ കച്ചവടക്കാരനാണ്. അപ്പൊ വേറൊരാൾ പറയാണ്, അതെ, ഈ സാമ്പൻ ഈ കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ കാലത്ത് വിചാരിച്ചിരുന്നത് ഷേക്സ്പിയർ എന്ന സാംബശിവന് കഥാപ്രസംഗം എഴുതി കൊടുക്കുന്ന ആളാണെന്നാണ്. കാരണം അത്രമേൽ സാംബശിവനാണ് അത് EMS ആണ് ആദ്യം പറയുന്നത്. ഈ ലോക സാഹിത്യ കൃതികളെ 25ാം വാർഷികത്തിലെ ആ പ്രസംഗപ്പുണ്ടോന്നറിയില്ല, സാംബശിവന്റെ സംഭാവന. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒഥല്ലോ വായിച്ചവരല്ലേ, സാംബശിവന്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട് തൃക്കുളം കൃഷ്ണൻകുട്ടി എന്നൊരു കഥകൻ, നിങ്ങളോട് ആദരിച്ചല്ലോ ഒന്നില്ലേ. ഈ അർദ്ധരാത്രികൾ ലയനം വരെ എന്നുള്ള കഥാപ്രസംഗം കൊണ്ട് അദ്ദേഹം ഒരു കാലത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വേദികളെ ഇളക്കി മറിച്ചിരുന്ന കാലം ഓർമ്മയുണ്ട്. കാതികന്മാർ ചെറിയ പണിയല്ല ചെയ്തതെന്ന് പറയാനാണ്. ഇപ്പൊ സാംബശിവന്റെ ഒഥല്ലോയുടെ പ്രശ്നം ഡെസ്ഡമനയെ ഒഥല്ലോയ്ക്ക് സംശയമാണെന്നുള്ളത് അതിന്റെ കേന്ദ്ര പ്രമേയമാണ്. സാംബശിവൻ കഥ പറയുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രണയഗാനമുണ്ട്. പ്രണയപരവശനായിട്ട് ഒഥല്ലോ ഡെസ്ഡമനയോട് പാടുന്നൊരു പാട്ടുണ്ട്. അപ്സരസാണെന്റെ ഡെസ്ഡമൻ ഹൃദയമായി. അവിടെ നിർത്തും സാംബശിവൻ. എന്നിട്ട് പറയും, പങ്കയാക്ഷിയുടെ ഭർത്താവിന് പങ്കയാക്ഷിയോട് വലിയ പ്രേമം വരുമ്പോ പങ്കയാക്ഷിയെ എന്ന് നീട്ടി വിളിക്കാതെ പങ്കയെ എന്ന് വിളിക്കത്തില്ലയോ, അതുപോലെ അപ്സരസാണെന്റെ ഡെസ്ഡമൻ ഹൃദയമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലത്തും നിന്നെ ഞാൻ. ഒരു ഭാര്യ ഭർത്താവിനോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പണ്ടും സംശയിച്ചിരുന്നു, ഇപ്പോഴും സംശയിക്കുന്നുണ്ട്, നാളെയും സംശയിക്കുമെന്നാണെന്ന് ഏത് ഭാര്യയ്ക്ക് മനസ്സിലാവും. ഇപ്പൊ ഒഥല്ലോയുടെ മർമ്മം സാധാരണക്കാർക്ക് വേണ്ടി കൃത്യമായി പൊളിച്ചു കൊടുത്ത ഇത്തരം കാഥികർ, KPSC പോലുള്ള നാടക പ്രസ്ഥാനങ്ങൾ, കാളിദാസ കലാകേന്ദ്രം പോലുള്ള നാടക പ്രസ്ഥാനങ്ങൾ, എണ്ണമറ്റ സാമൂഹ്യ സാംസ്കാരിക ക്ലബ്ബുകൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, എണ്ണമറ്റ ഗ്രന്ഥശാലകൾ, കേരള ലൈബ്രറി കൗൺസിൽ എന്ന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ നിന്ന് അറിയപ്പെടുന്ന 46-ൽ സാക്ഷാൽ PN പണിക്കർ അമ്പലപ്പുഴയിലും 37-ൽ ദാമോദരൻ മലബാറിലും ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനം, ഇത്തരം പ്രസ്ഥാനങ്ങളുടെ
വളർച്ചയിലൂടെ മതനിരപേക്ഷമായ ഒരു കേരളം ഉണ്ടാകുന്നതിന് നിത്യം കാവലായി നിന്ന രാഷ്ട്രീയ നായകനായിരുന്നു അദ്ദേഹം. എല്ലാം വായിച്ചിരുന്നു, എല്ലാം കണ്ടിരുന്നു. എവിടെയൊക്കെ സാമൂഹ്യ വിരുദ്ധമായ ചലനങ്ങൾ ഉണ്ടാകുന്നു, ഒരുപക്ഷെ യാഗം, തിരുവനന്തപുരത്തെ യാഗം, സോമയാഗത്തിനെതിരെ ആദ്യത്തെ ലേഖനം EMS നമ്പൂതിരിപ്പാടാണ് എഴുതിയത്. ഒരു യാഗം എന്ത് അപകടകരമായ അവസ്ഥയിലേക്കാണ് പറയുമ്പോൾ EMSന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ അക്കിത്തമായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ. അക്കിത്തത്തിനോട് ബഹുമാനക്കുറവുണ്ടല്ല. ഈ യാഗം ഉണ്ടാക്കാൻ പോകുന്നത് പുനരുത്ഥാന രാഷ്ട്രീയം എന്നാണ്. നവോത്ഥാനത്തിന് പകരം പുനരുത്ഥാനം. അതാണ് ഇപ്പോൾ ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. നമ്മെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ആധുനിക കേരളത്തെ കൂടി തള്ളിവിടാൻ വേണ്ടിയാണ് പുനരുത്ഥാനവാദികൾ ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അവരുടെ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നത്. പുനരുത്ഥാനവാദികൾ അവരുടെ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ സാംക്രമിക രോഗം പോലെ നമ്മിലേക്കും പടരുന്നുണ്ട്. അത് പടരാതിരിക്കലും മനുഷ്യപക്ഷ രാഷ്ട്രീയം എന്നത് മതനിരപേക്ഷമാണ്. മതങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടതില്ല, മതത്തെ ഉപേക്ഷിക്കേണ്ടതുമില്ല, മതങ്ങളെ ഉപേക്ഷിക്കാനും സാധ്യമല്ല. പക്ഷെ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനുഷ്യ വിമോചനത്തിന്റെ ആശയങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം. ഒരുപക്ഷെ 39 ബീഡി തെറുപ്പ് തൊഴിലാളികളുടെ സമരം പൊന്നാനിയിൽ നടന്നപ്പോൾ അന്ന് ആബാലവൃദ്ധം മുസ്ലിം സമൂഹം ആ സമരത്തിൽ പങ്കുചേർന്നു. നല്ല നമ്പൂതിരിയായ പ്രേംജി അന്ന് പാടി നടന്നത് ഒരു പക്ഷെ ഇന്ന് ഓർമ്മയുണ്ടോ പലർക്കും അറിയില്ല. വേലവിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തു, കൊലകൾ എതിർക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല നമ്പൂതിരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ തെറ്റുകൂടാതെ പറയുന്നത് കേട്ടത് കൊണ്ട് മാത്രമല്ല, ജലീൽ ഭായിക്കൊക്കെ അറിയാം, അത് വേല ചെയ്ത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹദീസ. അതൊരു കമ്മ്യൂണിസ്റ്റ് പക്ഷ നിലപാടാണ്. അത് നബി പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. യേശുക്രിസ്തു മോസ്കോയിൽ എന്ന് പറഞ്ഞിട്ട് കേദാമോദരന്റെ പ്രമാദമായ ഒരു ലഘുലേഖയാണ്. യേശുക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അതിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിന്ദിതരെ, നിരാശ്രയരെ, പട്ടിണി കിടക്കുന്നവരെ നിങ്ങൾ കൂടെ വരൂ എന്ന് പറഞ്ഞ ആദ്യത്തെ വിപ്ലവകാരിയാണ് യേശുദേവൻ എന്ന് പറഞ്ഞത് കേദാമോദരൻ എന്ന കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ ഈ മതങ്ങളിലുള്ള മനുഷ്യ വിമോചനപരമായ ആശയങ്ങളെ മനുഷ്യരുടെ കൂടെ നിർത്തേണ്ടത് ആണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരം. അല്ല മതങ്ങളെ തള്ളിക്കളയാനൊന്നും കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ മാർക്സ് തന്നെ ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ മതം അഭയമായി തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നായന്മാർക്ക് അടിക്കാൻ അവകാശമില്ലാത്തൊരു മണിയുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് കേട്ടറിവുണ്ടാവും. നായന്മാർ മണി അടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നായന്മാർ തന്നെയാണ് കാവലും നിന്നിരുന്നത്. അതാണ് ആത്മാവിന്റെ അടിമത്വം. അവിടെയാണ് കൃഷ്ണപിള്ള എന്ന നായർ പോയിട്ട് ആ മണി അടിച്ചത്. ആ മണി അടിച്ചപ്പോൾ കൃഷ്ണപിള്ളയെ അടിച്ചു വീഴ്ത്തി അനവധി നായന്മാർ പുറത്ത് വൈക്കോക്കുണ്ടയെ തല്ലുന്നത് പോലെ തല്ലിയപ്പോൾ അന്ന് കൃഷ്ണപിള്ള പറയാനിട വന്ന അൺപാർലമെന്ററി ആയ ഒരു വാചകം നിങ്ങൾക്ക് അറിയുണ്ടാവും. ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായർ അവന്റെ പുറത്തടിക്കും. അന്ന് ഈ കൃഷ്ണപിള്ള മണിയടിച്ചത് കൃഷ്ണപിള്ളയ്ക്ക് അമ്പലത്തിൽ കയറാനല്ല, അമ്പലത്തിൽ കയറാൻ അധികാരവും അവകാശവുമുള്ള മനുഷ്യരെ തടഞ്ഞു നിർത്തുന്ന സാമൂഹ്യ അനീതിക്കെതിരെ ശബ്ദിക്കാൻ അന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉണ്ടായിട്ടുള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കേണ്ട കാര്യം. EMS അതിനെ നിഷേധിച്ച ഒരാളല്ല. EMS മതത്തിനെ അല്ല നിഷേധിച്ചത്, മതത്തിന്റെ സാമൂഹ്യ വിരുദ്ധതയാണ്. EMS മതത്തെ നിഷേധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഞാൻ വേദം മുഴുവൻ ഉരുക്കഴിച്ച് പഠിച്ചതാണ്, ഒരു പ്രയോജനവും എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, വേദം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, പുതിയ തേങ്ങ പോലെയാണ് അത് കിട്ടിയത്. പക്ഷെ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് EMSന്റെ മാത്രം കാലം, ഈ കാലത്ത് നമുക്ക് ഈ ജാഗ്രത പാലിക്കണം. കാരണം നമ്മൾ വീട്ടി തൊട്ട് കേട്ടി വരെ എന്ന് ഞങ്ങൾ ആലങ്കാരികമായിട്ട് പറയും. വീട്ടി നമ്പൂതിരി സ്ത്രീകളെ മോചിപ്പിച്ചുവെങ്കിൽ കേട്ടി മുസ്ലിം സ്ത്രീകളെ കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ്. ഇത് അന്ന് കേട്ടി എഴുതിയതാണ്. സ്ത്രീകൾ കൈലുകൾ പിടിക്കുന്ന കൈകൾ പുറത്തേക്ക് കലാപം കൂട്ടി ഇറങ്ങുകയാണെന്ന് മുസ്ലിം സമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലാണ് 40കളിൽ EK അയമുവിന്റെ ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കുക എന്ന നാടകം ഉണ്ടായത്. അതിലാണ് നിലമ്പൂർ ആയിഷത്ത് ആദ്യം അഭിനയിച്ചത്. വെടിയുണ്ടകൾക്കിടയിൽ നിന്നുകൊണ്ടാണ്. വെടിയേറ്റ് എയർഗൺ കൊണ്ട് വെടിയേറ്റ് ചോര വാർന്നൊലിച്ചു വരെ ആയിഷത്ത് അഭിനയിച്ചു. ആയിഷത്ത് എപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ വേദികളിലൊക്കെ ധാരാളം വരുന്ന ഒരാളാണ്. അന്ന് ഡോക്ടർ ഉസ്മാൻ, നിലമ്പൂർ ബാലൻ, KT മുഹമ്മദ് അന്ന് മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്തുണ്ട് ആ കാലത്ത്. EK അയമു, KG ഉണ്ണീൻ,
അവർ എഴുതിയ നാടകം നല്ല മനസ്സനാകാൻ നോക്കുക എന്നാണ് പറഞ്ഞത്. അതിൽ KG ഉണ്ണിയൻ എഴുതിയ നാടകത്തിലൊരു പാട്ട്, അതിപ്രശസ്തമായ ഒരു പാട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അല്ല പടച്ചൊരു ഭൂമി ഇതിന്നൊരു കൂട്ടരു കുത്തകയാക്കി നിറുത്തി അതിനുടയതിരും നിലയുമെ ഇതുവരെ കണ്ടിടുകാതെ ജന്മി അകലയിരുന്നിട്ടതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ തിന്നുകയാണേ. കേട്ടാലൊരു മാപ്പിളപ്പാട്ടാ. അതൊരു പ്രത്യയശാസ്ത്രമാണ്. അള്ള പടച്ചൊരു ഭൂമി ഒരു കൂട്ടര് കുത്തകയാക്കി വെച്ച് അതിന്റെ അതിർത്തിയും നിലയും അറിയാതെ ജന്മി അകലെ ഇരുന്നിട്ട് അതിൽ വിളയുന്നത് തിന്നുകയാണ്. ഈ ചൂഷണം അവസാനിപ്പിക്കാൻ റബ്ബേ നീയും ഞങ്ങളുടെ കൂടെ സമരത്തിന് വരണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന ഒരു സമരഗാനമാണ് 40കളിൽ KG ഉണ്ണിയൻ എഴുതുന്നത്. അതേ കാലത്ത് എന്റെ പ്രദേശത്ത് എടപ്പാൾ NP പോക്കർ എഴുതിയൊരു പാട്ട്, ഈ കാണും സങ്കടം തീർന്നിടുമോ മക്കളെ പോറ്റാൻ കഴിഞ്ഞിടുമോ, ഈ കാണും സങ്കടം തീർന്നിടുമോ മക്കളെ പോറ്റാൻ കഴിഞ്ഞിടുമോ. അന്ന് ഏത് കാലത്താ മക്കളെ പോറ്റാൻ കഴിയുമോ എന്ന് സങ്കടം പുലർത്തിയിരുന്ന ഇബ്ലീസിന്റെ മക്കൾ എന്ന നാടകം, അത് A മലയാളി ആലുക്കൽ അവറാൻ A മലയാളിയുടെ ഇബ്ലീസിന്റെ മക്കൾ എന്ന നാടകം. ഞാൻ മലബാറിലെ നാടകത്തിലെ പാട്ടുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. ഇപ്പൊ ഞാനും നന്ദേട്ടനും കൂടി ഇപ്പൊ കഷ്ടപ്പെട്ട് പൊൻകുന്നം ദാമോദരന്റെ 4 പാട്ട് ശേഖരിച്ചു. പൊൻകുന്നം ദാമോദരൻ ചെറുകാടിന്റെ നമ്മളൊന്നിനു വേണ്ടി എഴുതിയ പാട്ടുകൾ നമ്മുടെ കയ്യിലില്ല. ഇരുനാഴി മണ്ണിനായി അലയുന്ന കർഷകർ ഇരുകാലി മാടുകളായിരുന്നു, ഒരു തുണ്ടം മണ്ണിനായ അലസനാം ജന്മിക്കവർ തല പോലും കൈകെട്ടി കാഴ്ചവെച്ചു, അത് മാറി കാറ്റിന്റെ ഗതി മാറി തല കൊയ്യുന്ന അരിവാളായി അമ്പിളി മാറി എന്നൊക്കെ ആ കാലത്താണ് ദാമോദരൻ എഴുതുന്നത്. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നലിൻ പൂൻകതിര് 4 പാട്ട് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. KG സത്താർബായുടെ ഒരു പാട്ട് അടുത്ത കാലത്ത് അത് റെക്കോർഡുണ്ട്. KPSCയുടെ പാട്ടുകൾ മാത്രമേ റെക്കോർഡുള്ളൂ. മലബാറിലുള്ള എണ്ണമറ്റ നാടകങ്ങൾ കേന്ദ്ര കലാസമിതി, പൊന്നാനി കേന്ദ്ര കലാസമിതി, വള്ളുവനാട് കേന്ദ്ര കലാസമിതി, കോഴിക്കോട് കേന്ദ്ര കലാസമിതി, മലബാർ കേന്ദ്ര കലാസമിതി അവതരിപ്പിച്ച എണ്ണമറ്റ നാടകങ്ങളുടെ ഒന്നും പാട്ട് നമ്മുടെ കയ്യിലില്ല. അതിലൊരു പാട്ട്, കണ്ണിന്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണെ ഇന്നെന്തേ നിൻമിഴിക്കൊരു നിറമാറ്റം പൊന്നെ പെണ്ണെ കണ്ണിന്റെ കടം. ആ പാട്ട് ഓർമ്മയുണ്ടോ? പണ്ട് KG സത്താർബായി പാടിയതാണ്. ഈയിടെ അങ്ങനെ കുറെ അന്വേഷിച്ചപ്പോൾ യേശുദാസ് പാടിയതുകൊണ്ട് മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ടൊരു പാട്ടുണ്ട്. നാടകത്തിന്റെ പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണും. അതൊരു കോട്ടയം ജോയ് സംഗീത സംവിധാനം നിർവഹിച്ചാണ്. ഒരു വാസുദേവൻ എന്ന സാധാരണ തൊഴിലാളി, നാട്ടുംപുറത്ത് നാടകത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വളരെ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വാസുദേവൻ എന്ന തൊഴിലാളി പ്രവർത്തനം എഴുതിയ പാട്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം വരില്ല. കരിവളയിട്ട കയ്യിൽ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ. ഇങ്ങനെ മലബാറിൽ മാപ്പിളപ്പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കുറത്തിപ്പാട്ടുകൾ, പുള്ളുവപ്പാട്ടുകൾ, മനുഷ്യർ പാടാത്ത ജാതിപ്പാട്ടുകളെയും മതപ്പാട്ടുകളെയും സമന്വയിപ്പിച്ച് മനുഷ്യപ്പാട്ടുകൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റമാണ് പരിഷ്കൃത നാടുകൾ പല നൂറ്റാണ്ടുകൾ കൊണ്ട് പിന്നിട്ട മാനവികതയുടെ ദൂരം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് പിന്നിടാൻ മലയാളിയെ സഹായിച്ചു. ചുരുങ്ങിയ പക്ഷം നമ്മൾ 925 തൊട്ട് 2025 വരെയുള്ള കാലം, അത് EMS യുവാവായി ജാഗ്രതയോടുകൂടി ഇരുന്ന കാലമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചയാളാണ്, ഇതൊക്കെ നിരീക്ഷിച്ചയാളാണ്, അതിനെയൊക്കെ വർഗപക്ഷത്തേക്ക് വലിച്ചടുപ്പിക്കാൻ ശ്രദ്ധിച്ച ഒരാളാണ്. അക്കാലത്തെ എല്ലാ കലാകാരന്മാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. PJ ആന്റണിയുടെ ഇംഗ്ലാബിന്റെ മക്കൾ പോലുള്ള നാടകമൊക്കെ ഉണ്ടാക്കിയ വിപ്ലവം ചെറുതല്ല. SL സദാനന്ദന്റെ, തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉണ്ടാക്കിയ വിപ്ലവത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അന്ന് ONV അതിനുവേണ്ടി എഴുതിയൊരു പാട്ട് കുറത്തി വൃത്തത്തിലാണ്, പലയിടത്തും പാടാറുള്ളതാണ്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം കന്നിമുന്നം ആ ഇണത്തിലാണ് പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഈ ജാതിപ്പാട്ടിനെ പൊന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ എന്നാക്കുന്നു. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനാണെന്ന് പ്രഖ്യാപിക്കുന്നു. നാളെയുടെ കാവൽക്കാരനാണ് എഴുത്തുകാരൻ, കലാകാരൻ, കവി. അന്നന്നത്തെ കൂലിക്ക് വേണ്ടി, അവാർഡിനു വേണ്ടി നീട്ടപ്പെടുന്ന മുതലാളിത്തം വെച്ച് നീട്ടിത്തരുന്ന ഔദാര്യങ്ങൾക്ക് വേണ്ടി
കലയെ, സാഹിത്യത്തെ വിൽക്കുന്നവനല്ല, മനുഷ്യപക്ഷ കലാകാരൻ എന്ന ബോധം ആവർത്തിച്ച് കേരളത്തിലെ സാംസ്കാരിക രംഗങ്ങളിൽ ഉറപ്പിച്ചവരിൽ EMS-ഉം കേദാമോദരനും അച്യുതമേനോനും ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജാഗ്രതയായിരുന്നു, ആ കമ്മ്യൂണിസ്റ്റ് ജാഗ്രതയാണ് ഇന്നിപ്പോൾ തരം കിട്ടിയാൽ, പുനരുത്ഥാനത്തിന് വാഴ്ത്തുപാടിയാൽ എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ എന്ന് കാവലിരിക്കുന്ന ആളുകളായി. വാഴ്ത്തുപാടിയാൽ കിട്ടും കേട്ടോ, വെറുതെ ഒന്നും വേണം. നിങ്ങൾ ഈ പത്മശ്രീ ഒക്കെ കിട്ടുന്ന ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. വെറുതെ വാഴ്ത്തുപാടിയാൽ ഒരു സാഹിത്യത്തിന്റെ പശ്ചാത്തലം വേണ്ട. ആരോടും എനിക്ക് വിരോധമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവം സഹായിച്ച് നമ്മളെപ്പോലുള്ള ആളുകളൊന്നും അതിന് പോയിട്ടില്ല, പോകുകയില്ല. കാരണം പോകാതിരിക്കാൻ കാരണം EMS-നെ പോലുള്ള ആളുകൾ അന്ന് പഠിപ്പിച്ച ജീവിത ജാഗ്രതയാണ്. മരിച്ചാലും, ഞാനേതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്തുള്ള ആളല്ല, നിങ്ങൾക്കറിയാം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് അംഗത്വമില്ല. പക്ഷെ എൻ്റെ ഹൃദയം ഉള്ളത് ഇടതുവശത്ത് തന്നെയാണ്. ഇത് വലത്തോട്ട് മാറാത്തത് വരെ ഞാൻ ഇടതുപക്ഷത്ത് തന്നെ ആയിരിക്കും. അതിൽ ആര് തോറ്റാൽ, ഒരുപക്ഷെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ആ ചുവന്ന കൊടി താഴെ വെച്ചാൽ അതെടുത്ത് പൊന്തിക്കാൻ ആയുസ്സുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ജയൻ സഖാവ് എന്നെ വിളിച്ചപ്പോൾ, ഇന്ന് തുഞ്ചംപറമ്പിലാണ് എനിക്ക് പ്രവൃത്തി, ഞാനും നന്നായിട്ട് അവിടെ ഉണ്ടാവേണ്ടതാ. പ്രസംഗിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാനൊന്നുമില്ല, നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബോധവും നല്ല ചിന്തയുമുള്ള കേരളത്തിലെ, നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ക്രീമായ മനുഷ്യർ, ഇവരൊക്കെ എനിക്കറിയാം. ഞാൻ പല നാട്ടിലും ഗ്രാമീണ പ്രദേശങ്ങളിൽ കലാസമിതിയുടെ വാർഷികത്തിന് പ്രസംഗിക്കാൻ വരുന്നതാണ്. എൻ്റെ ഈ പ്രസംഗം പല രീതിയിലും കേട്ട് കാണും. ഇപ്പൊ പ്രസംഗിച്ചാൽ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ യൂട്യൂബുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരിടത്ത് പ്രസംഗിച്ച് പിറ്റേടത്ത് പ്രസംഗിച്ചാൽ ഇതെല്ലോടോ യൂട്യൂബിൽ കേട്ടതെന്ന് ചോദിക്കും. എന്നിട്ട് പ്രസംഗകർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. പക്ഷെ വേണ്ടാത്തത് പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു പ്രധാനപ്പെട്ട ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇന്നലെ കഴിഞ്ഞത് 3000 കൊല്ലം പഴക്കമുള്ള ഓർമ്മകളല്ല നമുക്ക് ആവശ്യം. 3000-ഓ 4000-ഓ കൊല്ലം മുമ്പ് ജനിച്ചുവോ മരിച്ചുവോ എന്ന് നിശ്ചയമില്ലാത്ത ഒരാളുടെ, ഒരു പുരാണ പുരുഷന്റെ ജന്മഭൂമി ഓർത്തെടുത്തിട്ട് പുതിയ സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പുനരുത്ഥാനവാദികൾക്ക് പ്രയോജനമുണ്ടാവും. നമുക്ക് സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ചാർത്തിയ ഒരു കാലത്തിന്റെ KPSC-യുടെ പാട്ടുകളെ കുറിച്ച് തന്നെ ഒരു ഗവേഷണം ആവശ്യമാണ്. ഞാൻ ഈയിടെയാണ് ചിലതൊക്കെ കണ്ടുപിടിച്ചത്. തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തിന്തക്കൻ തെയ്യാരോ തിന്തക്കൻ തെയ്യക്കൻ തെയ്യക്കൻ തിന്തക്കൻ തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ എന്നൊരു കർഷക മെതിപ്പാട്ടാണ്. ചെപ്പ് കില്ലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. ആ കാലത്താണ് അധ്വാന പാട്ടുകൾ, തൊഴിലാളി പാട്ടുകൾ ജനകീയ ഗാനങ്ങളായിട്ട് വന്നത്. എത്രയോ പാട്ടുകൾ. ഇല്ലിമുള്ളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നൽ. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ അതൊക്കെ ഏതെങ്കിലും നാട്ടുപാട്ടുകളാണ്. കർഷക തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ ജീവിതത്തിൽ പാടിയിരുന്ന പാട്ടുകളെ ജനകീയ ഗാനങ്ങളാക്കുക എന്ന വലിയ ജനകീയ സാംസ്കാരിക പ്രവർത്തനം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുന്നില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഈയിടെ ഞാൻ അത്ഭുതകരമായി കണ്ടൊരു കാര്യം, ഒരു പുതിയ കുട്ടി ഒരു ബാൻഡിൽ പാടിയത് KPSC സുലോചനയുടെ പാട്ടാണ്. അത് കോടിക്കണക്കിന് ആളുകളാണ് കേട്ടിരിക്കുന്നത്. സുലോചന പാടിയ പാട്ടാണെങ്കിലും പുതിയ ബാൻഡിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. ഈ വെള്ളാരം കുന്നിലെ അടിച്ചു നോക്കിയാൽ നിങ്ങൾ സുലോചനയുടെ പാട്ടല്ല, ഏറ്റവും പുതിയ ജനറേഷനിലെ ഇപ്പൊ ഇതാണ് ആൽഫ ബീറ്റ തലമുറയിലൊക്കെ പെട്ട കുട്ടികൾ ആ പാട്ടുകൾ പാടുന്നുണ്ട്. അവരതിനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളാണ് അതിനൊക്കെ ഉപേക്ഷിച്ചത്. നമുക്കിപ്പോ പാട്ടൊന്നും കേൾക്കാൻ നേരമില്ലല്ലേ. നമ്മുടെ കുട്ടികൾക്ക് ഈ ചരിത്രം, അത് ആ പാട്ടുകൾ അതുപോലെ വരാനല്ല, ചരിത്രത്തിന് പിന്നോട്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ നമ്മൾ സംഭരിച്ച മനുഷ്യോർജം കൊണ്ട് അല്ലാതാക്കാൻ വേണ്ടി പുനരുത്ഥാന ശക്തികൾ, ഫാഷിസ്റ്റ് ശക്തികൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാലത്ത് ഈ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടും. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. ഈ പരിച നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തോറ്റ ജനതയല്ല. അനേകം മനുഷ്യർ ചോര നീരാക്കി പോരാടിയിട്ടാണ് ഒരു മാതൃകാ കേരളം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കേരളം പ്രളയകാലത്ത് മാതൃകയായത്. അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് മാതൃകയായത്. ഇന്നും കേരളത്തിൽ അടിസ്ഥാന മനുഷ്യർ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ തോമസ് ഐസക് സാർ പറഞ്ഞില്ലേ, ഈ മാതൃകാ കേരളം ഈ കമ്മ്യൂണിസ്റ്റ് ജാഗ്രത കൊണ്ട്, ഇടതുപക്ഷ ജാഗ്രത കൊണ്ടുണ്ടായതാണ്. ആ ജാഗ്രതയുടെ ഏറ്റവും വലിയ കാവലാളെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. EMS എന്ന 3 അക്ഷരം മനുഷ്യന്റെ മരണമില്ലാത്ത പോരാട്ടങ്ങളുടെ കാവൽക്കാരന്റെ ശബ്ദമാണ്. മരണം വരെ പഠിക്കുകയും മരണം വരെ പോരാടുകയും ചെയ്തു.
അവസാനത്തെ ലേഖനവും ദേശാഭിമാനിക്ക് എഴുതി കൊടുത്ത് മഷി ഉണങ്ങുന്നതിന് മുമ്പ് സ്വച്ഛന്ത മൃത്യുവിനെ പോലെ കണ്ണടച്ച EMS തരുന്ന സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയ സഖാക്കളെ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരംഗണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരംഗണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. ഞാൻ സാംസ്കാരിക വേദികളിൽ അവിടെ നിർത്താറാ. ഇവിടെ ധൈര്യമായിട്ട് പറയാം, ആ കൊടി ആരുടെ മുമ്പിലും പണയപ്പെടുത്തേണ്ടതില്ല. അനേകം രക്തസാക്ഷികൾ ചങ്കിലെ ചോര കൊണ്ട് നിറം പകർന്ന ആ പോരാട്ടത്തിന്റെ ചെങ്കൊടിയാണ് കട്ടായം. നമ്മൾ അതിജീവിക്കും, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ലാൽ സലാം. പ്രിയപ്പെട്ട സഖാക്കളെ, സാർവദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ